ഹലോ ബികോം സ്റ്റുഡൻസ് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ സെം 3യിൽ വളരെ ഈസിയാണ്. ഓൺലി തിയറി മാത്രമുള്ള ഒരു പേപ്പറാണ് നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് വിത്തിൻ 1 hour നമ്മൾ ആ സിലബസ്, അതായത് നമ്മൾ ആ മൊഡ്യൂൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആവുന്ന പോലെ നമ്മൾ ഇന്നത് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3rd സെമ്മിൽ കേരള യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു മൊഡ്യൂളാണ്. നമ്മുടെ മെയിൻ പേപ്പറാണ്. മെയിൻ പേപ്പറിൽ അത് ബികോം കൊമേഴ്സിനാവട്ടെ, ബികോം കോർപ്പറേഷൻ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ പേപ്പർ തന്നെയാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഇതൊരു തിയറി പേപ്പർ കൂടിയാണ്. മാത്രമല്ല ഏറ്റവും സിമ്പിളായിട്ടും ഈസി ആയിട്ടും കോൺസെപ്റ്റ് മനസ്സിലാക്കിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ബി കോമിൻ്റെ 3rd സെമ്മിൻ്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം പേപ്പറായ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ. അതേതാ ഫസ്റ്റ് മൊഡ്യൂൾ? ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ് ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. നമുക്കറിയാം, ആ സ്ലൈഡ് വെച്ചുകൊണ്ടാണ് മിസ് ഇവിടെ ഇരിക്കുന്നത്. ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ്. നമുക്കിന്ന് ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ് വളരെ ഭംഗിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താ, ഇത് മൊത്തം തിയറി ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കം. ഓക്കെ, അപ്പം നമ്മൾ ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എന്തിനായിരിക്കും നമുക്ക് 3rd സെമ്മിൽ ഇതുപോലത്തെ ഒരു പേപ്പർ നമുക്ക് കേരള യൂണിവേഴ്സിറ്റി നമുക്ക് തന്നിരിക്കുന്നത്? എന്തിനാണ്? കാരണം നമുക്ക് ഓൺട്രപ്രണേഴ്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം ബിസിനസ് എന്ന് പറയുന്നത് എന്നും ഇവോൾവ് ചെയ്യുന്നതാണ്. എന്നും വളരെ വളരെ കോംപ്ലക്സ് ആയ ഒരു കാര്യം തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമുക്ക് എനിക്ക് ഇന്ന് ബിസിനസ് തുടങ്ങണം, നാളെ ഞാൻ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, മറ്റന്നാൾ എനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. നോ, ഇറ്റ്സ് എ ബിഗ് പ്രോസസ്സ്. വളരെ കോംപ്ലക്സ് ആയൊരു പ്രോസസ്സാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഐഡിയയെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം, ഓൺട്രപ്രണർ എന്ന് പറയാം. അപ്പോൾ ഈ ഓൺട്രപ്രണറിനെ കുറിച്ച് പഠിക്കുന്നതും ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പോലൊരു പേപ്പർ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ വാട്ട് ഈസ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ ടേംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോർഷനാണ് മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ്. പേര് പോലെ തന്നെ കണ്ടോ, ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ, ഇല്ലെങ്കിൽ ഓൺട്രപ്രണർ അതായത് ബിസിനസ്മാൻ, ഇല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പോകുന്ന വ്യക്തി, ഇല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ബിസിനസ് തുടങ്ങാൻ എനിക്ക് കുറച്ച് ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഐഡിയാസ് ആവട്ടെ, എന്തെങ്കിലും ജസ്റ്റ് ലൈക്ക് സ്കിൽസ് ആവട്ടെ, ഇപ്പം നോളജ് ആവട്ടെ, ആറ്റിറ്റ്യൂഡ്സ് ആവട്ടെ, എന്തുമാവട്ടെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ട്രേറ്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എന്നെ എന്തെന്ന് വിളിക്കാം, ഓൺട്രപ്രണർ എന്ന് പറയാൻ പറ്റും. സോ ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. എന്താണ് ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസി എന്ന് വെച്ചാൽ എന്താ? ഇതെല്ലാം ഉള്ളൊരു വ്യക്തി, ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉള്ളൊരു വ്യക്തി നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ് എന്ന് പറയാൻ പറ്റും. വളരെ ഈസി അല്ലേ, നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് അണ്ടർലൈങ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ജനറിക് ആൻഡ് സ്പെസിഫിക് നോളജ്. അത് ജനറിക് ആവാം, സ്പെസിഫിക് ആവാം. സ്പെസിഫിക് നോളജ് അതായത് നോളജ് ആവാം, മോട്ടീവ്സ് ആവാം, ട്രേറ്റ്സ്, സെൽഫ് ഇമേജ്, സോഷ്യൽ റോൾസ് ആൻഡ് സ്കിൽസ് ദാറ്റ് റിസൾട്ട് ഇൻ വെഞ്ചർ ബർത്ത്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്. വെഞ്ചർ ബർത്ത് എന്ന് വെച്ചാൽ എന്താ? ഒരു ബിസിനസ്സിൻ്റെ ഉത്ഭവം, ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ തുടക്കം, പിന്നെ അതിൻ്റെ വളർച്ച, പിന്നെ അതിൻ്റെ സർവൈവൽ. ഇതിനൊക്കെ എന്ത് സഹായിക്കും? ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് സഹായകരമാവും. ഇല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കാം. നമുക്കിപ്പം മിസ്സിനിപ്പോൾ ഇതുപോലത്തെ ബിസിനസ് തുടങ്ങാനുള്ള ഭയങ്കര കപ്പാസിറ്റീസിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് വെച്ചാൽ മിസ്സിന് വളരെ ഈസി അല്ലേ? കാരണം മിസ്സിന് എന്താണ്, മോട്ടീവ്സ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, ട്രേറ്റ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ പറയുന്ന സ്കിൽസും സോഷ്യൽ റോൾസും ഒക്കെ മിസ്സിനുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മിസ്സിന് പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും. ബിസിനസ്സിനെ സർവൈവ് ചെയ്യിക്കാനും മിസ്സിന് അതറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ്. ഒരു ഓൺട്രപ്രണറിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത്, ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡിങ് എന്തോന്ന് നമുക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഹെഡിങ് നമ്മൾ എന്തോ ഇവിടെ പറഞ്ഞേക്കുന്നതൊക്കെ ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ്. വളരെ സിമ്പിൾ അല്ലായിരുന്നു അത് മക്കളെ? വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഈ ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് പല രീതിയിൽ, പല കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഈ ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസീസിനെ ബ്രോഡായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് അറിയാമോ?
ഓരോ വ്യക്തികളിലും ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഡിഫറെൻ്റ് ആണ്. ഇവിടെ തന്നെ നോക്കി മക്കളെ, ഇപ്പം ബിഹേവിയറൽ ഓർ പേഴ്സണൽ കോമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്ക്. ഇവിടെന്ന് വെച്ചാൽ ഒരു ഓൺട്രപ്രണർ അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നു. ആ ബിസിനസ്സിൻ്റെ സൈസ് ആവട്ടെ, ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ ആവട്ടെ, ഇതൊന്നും അഫക്റ്റ് ചെയ്യാതെ തന്നെ ആ പുള്ളിക്ക് എന്ത് വേണം, ഇല്ല ആ ബിസിനസ് മാനിലെ ഓൺട്രപ്രണറിന് എന്താണ് വേണ്ടത്, ഒരു ഇനിഷ്യേറ്റീവ് വേണം, സിസ്റ്റമാറ്റിക് പ്ലാനിങ് വേണം. ഇപ്പം മിസ് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ ബിഹേവിയറൽ, ഇപ്പം എനിക്ക് എന്ത് ബിഹേവിയറൽ പാറ്റേൺ ആണെങ്കിലും ഓക്കെ, എൻ്റെ ബിസിനസ് അവിടെയാണ്, എൻ്റെ ബിസിനസ് ഇവിടെയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മിസ്സിന് എന്ത് വേണം? മിസ്സിന് വ്യക്തമായൊരു പ്ലാനിങ് വേണം, വ്യക്തമായൊരു ഇനിഷ്യേറ്റീവ് മിസ് എടുക്കണം അല്ലേ? അതാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ബിഹേവിയറൽ പേഴ്സണൽ കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത്. സോ എന്താണ് ബിഹേവിയറൽ കോമ്പീറ്റൻസീസ്? കണ്ടോ, മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. Behavioral competencies are certain basic competencies to be acquired by the entrepreneur, size ആവട്ടെ, irrespective of the size, location and social dimensions of the business. ബിസിനസ്സിൻ്റെ എന്ത് പ്രശ്നങ്ങളാവട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ഇപ്പം വലിയ ബിസിനസ് ആവട്ടെ, ചെറിയ ബിസിനസ് ആവട്ടെ, അതിൻ്റെ സൈസ് ഇപ്പോൾ വളരെ വലിയ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വന്ന മിസ്, ഇല്ലെങ്കിൽ മിസ് ഒരു ചെറിയ ബിസിനസ്സാണ് തുടങ്ങുന്നത് എന്നൊന്നും ഒരു പ്രശ്നമല്ല. എന്ത് ബിസിനസ് ആയിക്കോട്ടെ മിസ്, നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും എന്താണ്, നമുക്കൊരു ഇനിഷ്യേറ്റീവ് വേണം. അതാണ് നമ്മളിവിടെ താഴെ ഡിസ്കസ് ചെയ്തോ. ഇതിൽ വേണ്ടത് എന്തൊക്കെ, നമുക്കൊരു ഇനിഷ്യേറ്റീവ് വേണം, നമുക്ക് അതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ഒരു പ്ലാനിങ് ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ നമുക്കൊരു ബിസിനസ് തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്ത് ബിഹേവിയറൽ കോമ്പീറ്റൻസീസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത്. സോ ബിഹേവിയറൽ കോമ്പീറ്റൻസീസ്, പേഴ്സണൽ കോമ്പീറ്റൻസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട കുറേ ബിഹേവിയറൽ കോമ്പീറ്റൻസീസ് മിസ് ഇവിടെ എഴുതി തരാം. എന്തൊക്കെയാ ബിഹേവിയറൽ കോമ്പീറ്റൻസീസിൽ ആദ്യം വരേണ്ടത് ഇനിഷ്യേറ്റീവ്. നമുക്ക് എന്ത് വേണം, നമ്മൾ ഏത് ബിസിനസ് ആണെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കണം. അതിപ്പം ചെറിയ ബിസിനസ് ആവട്ടെ, വലിയ ബിസിനസ്, എന്ത് ബിസിനസ് ആണെങ്കിലും നമുക്ക് എന്താണ് അവിടെ ആവശ്യം, ഇനിഷ്യേറ്റീവ് ആണ് ആവശ്യം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് സിസ്റ്റമാറ്റിക് പ്ലാനിങ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്. ഓക്കെ, അത് കഴിഞ്ഞു ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി. നമുക്ക് ജസ്റ്റ് 5 പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. എന്താ നമ്മളോട് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഇപ്പം ചോദിക്കുകയാണ്, യൂണിവേഴ്സിറ്റി ഇപ്പം 5 മാർക്കും ചോദിക്കുകയാണ്, എന്താണ് ബിഹേവിയറൽ കോമ്പീറ്റൻസീസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം. എന്ത് പറയും? ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സൈസ്, ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് ആവട്ടെ, എന്താ ലൊക്കേഷൻ ആവട്ടെ, എന്തുമാവട്ടെ, സൈസ്, ലൊക്കേഷൻ, സോഷ്യൽ ഡയമെൻഷൻ എന്തും ആവട്ടെ, ബിസിനസ്സിൽ എന്ത് വേണം, ബിഹേവിയറലി നമുക്ക് എന്ത് മനസ്സിലാക്കണം, കോമ്പീറ്റൻസീസ്, ബേസിക് കോമ്പീറ്റൻസീസ് ആ ഓൺട്രപ്രണറിന് വേണം. അത് എന്തൊക്കെയാണ്? അതൊന്ന് ഇനിഷ്യേറ്റീവ്, സിസ്റ്റമാറ്റിക് പ്ലാനിങ്, ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേഷൻ. ഇനി നമുക്ക് 2 എണ്ണം കൂടെ പഠിക്കാം, വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം ബിസിനസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ് റിസ്ക് ടേക്കിംഗ്. എന്താ മക്കളെ? റിസ്ക് ടേക്കിംഗ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. ഇനി നെക്സ്റ്റ് അടുത്തയോ പ്രോബ്ലം സോൾവിങ്. ഓക്കെ, മതി, ധാരാളം. ഇങ്ങനെ ഈ 5 പോയിന്റ്സ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനും കൂടെ പറ്റുവാണെങ്കിൽ എന്ത് പറ്റും, സുഖമായിട്ട് ബിഹേവിയറൽ കോമ്പീറ്റൻസി എന്തുവാന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. വളരെ സിമ്പിൾ അല്ലായിരുന്നു ബിഹേവിയറൽ കോമ്പീറ്റൻസ്, വളരെ സിമ്പിളാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കാറ്റഗറി ഏതാണ്? ഓൺട്രപ്രണറിയൽ കോമ്പീറ്റൻസസ് നമുക്കുള്ളത് എന്റർപ്രൈസ് ലോഞ്ചിങ് കോമ്പീറ്റൻസി. എന്താണ് മക്കൾ? ആ പേര് പോലെ തന്നെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്റർപ്രൈസ് ലോഞ്ചിങ് കോമ്പീറ്റൻസി എന്ന് വെച്ചാൽ എന്താ? കോമ്പീറ്റൻസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക്സ്, നമുക്ക് ചില ക്യാരക്ടറിസ്റ്റിക്സ് വേണം. ഇനി ഓൺട്രപ്രൈസ് ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓൺട്രപ്രൈസ് ലോഞ്ച് ചെയ്യുമ്പോൾ മിസ് ഒരു ബിസിനസ് തുടങ്ങി, മിസ് ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകാം മക്കളെ? അത് ലോഞ്ച് ചെയ്യാൻ പോകും. അപ്പോൾ മിസ്സിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് വേണ്ടി നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഇല്ലേ വേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്, കഴിവെന്ന രീതിയിൽ നമുക്ക് ചില കഴിവുകളൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ അത് എന്തൊക്കെയായിരിക്കും? കണ്ടോ, അതിന് നമുക്ക് നോളേജ് വേണം, സ്കിൽസ് വേണം. കാരണം മിസ് ആ ബിസിനസ് ലോഞ്ച് ചെയ്യാൻ പോകണം. സോ നമുക്ക് എന്താണ് അവിടെ വേണ്ടത്? കണ്ടോ, നോളജ്, സ്കിൽസ് ആൻഡ് മോട്ടീവ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹാബിറ്റ്സ്. നമുക്ക് എന്താ അവിടെ വേണ്ടത്? നമുക്കൊരു നോളജ് വേണം, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? നോളജ്. നമുക്ക് നോളജ് വേണം, നമുക്ക് നല്ല സ്കില്ല് വേണം, മോട്ടീവ്. അതായത് മോട്ടീവ് എന്ന് വെച്ചാൽ ഞാൻ എന്താണ് പ്രോഫിറ്റ് മോട്ടീവ്, ഓക്കെ ഇങ്ങനെയാണ് എൻ്റെ ബിസിനസ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്, അപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത്? അവിടെ മോട്ടീവാണ് എനിക്ക് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹാബിറ്റ്സ്. ഇതെല്ലാം വളരെ വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വരുമ്പം അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസ് ലോഞ്ച് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കോമ്പീറ്റൻസീസ് ആണ് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടതെന്ന് ചോദിക്കുവാണ് ക്വസ്റ്റൻ എങ്കിൽ നമ്മൾ എന്തൊക്കെ എഴുതണം? നമുക്കൊരു മോട്ടീവ് വേണം, നമുക്ക് നോളജ് വേണം, സ്കിൽസ് വേണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു എന്റർപ്രൈസ് ലോഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി സിമ്പിൾ. ഇനി അപ്പോൾ അടുത്ത നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വളരെ സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു എന്റർപ്രൈസ് ലോഞ്ച് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡിങ്. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ?
അതിൽ വേണ്ടതാണ്, അതിൽ വേണ്ട കുറച്ചൊരു 5 പോയിന്റ്സ് മിസ് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് ഇത് എന്തിൻ്റെ ആയിരുന്നു, ബിഹേവിയറൽ കോമ്പിറ്റൻസീസ്. അതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട അടുത്ത സാധനമാണ് അടുത്ത ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എന്റർപ്രൈസ് ലോഞ്ചിങ് കോമ്പിറ്റൻസീസ്. ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. എന്തൊക്കെ മക്കളെ, ഒരു എൻ്റർപ്രൈസ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി നോളജ്, അതായത് നമുക്കൊരു എന്ത് വേണം, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്ക് ഇവിടെ തന്നെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് എന്താണ്, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ബിസിനസ്. ഫസ്റ്റ് വൺ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ബിസിനസ്. മക്കളെ, ഒരു ബിസിനസ് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്കത് ലോഞ്ച് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ്. അതിൻ്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് ഫസ്റ്റ് വൺ. അടുത്തത് യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. സ്വാഭാവികം, നമുക്ക് എന്തൊക്കെയാണ് എക്സിസ്റ്റിംഗ് ആയ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. മൂന്നാമത്തെയോ, ഡെവലപ്പിംഗ് ബിസിനസ് പ്ലാൻ. ഇതിൽ നമുക്ക് ഈ 3 പോയിന്റ്സ് പഠിച്ചാൽ മതി. ഡെവലപ്പിംഗ് ബിസിനസ് പ്ലാൻ സിമ്പിൾ അല്ലേ? കാരണം നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യാൻ പോവുക. അപ്പോൾ നമുക്കൊരു ബിസിനസ് ലോഞ്ച് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മൾ ആ ബിസിനസ്സിൻ്റെ നേച്ചർ മനസ്സിലാക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ടോ യൂട്ടിലൈസ്, എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് എനിക്കുള്ളത്, അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യണം. രണ്ടാമത്തെ. മൂന്നാമത്തെ, ബിസിനസ് പ്ലാൻ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് മൂന്നുമാണ് എവിടെ വരുന്നത്, നമ്മുടെ കാറ്റഗറീസിൽ എൻ്റർപ്രൈസ് ലോഞ്ചിങ് കോമ്പിറ്റൻസീസിൽ വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് എൻ്റർപ്രൈസ് മാനേജിങ് കോമ്പിറ്റൻസീസ്. ഇനി നമ്മൾ ലോഞ്ച് ചെയ്തു, ഇനി നമ്മളത് മാനേജ് ചെയ്യണം. അപ്പം നമുക്ക് ഇതിലും കുറച്ചും കൂടെ കോമ്പിറ്റൻസീസ്, ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ചും കൂടെ മനസ്സിലാവണ്ടേ. നോക്കിക്കോ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ദ എൻ്റർപ്രൈസ് മാനേജിങ് കോമ്പിറ്റൻസി മീൻസ് ദ കോമ്പിറ്റൻസി ടു മാനേജ് ഓൾ ദ റിസോഴ്സസ് എംപ്ലോയിഡ് ഇൻ ദ ബിസിനസ് അല്ലേ. നമ്മളിപ്പം ബിസിനസ്സാണ് മാനേജ് ചെയ്യുന്നത്. അപ്പം ബിസിനസ്സിൽ ഇഷ്ടംപോലെ റിസോഴ്സസ് വേണം. ഇതിനെയൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതിനെയൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ആ കോമ്പിറ്റൻസി, ആ ഒരു കഴിവാണ് എനിക്ക് വേണ്ടത്. ഇവിടെ എന്ത് കഴിവാണ് വേണ്ടത്, അത് മാനേജ് ചെയ്യാൻ ഒരു കോമ്പിറ്റൻസിയാണ് വേണ്ടത്. ദ കോമ്പിറ്റൻസി ദ കോമ്പിറ്റൻസി ടു മാനേജ് ഓൾ ദ റിസോഴ്സസ് എംപ്ലോയിഡ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൽ എന്തൊക്കെ ഉണ്ടോ, ബിസിനസ്സിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ, ഇതിനൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതിനെയൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മാനേജ് ചെയ്യാൻ പറ്റണം. ഇവിടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻ്റർപ്രൈസിനെ മാനേജ് ചെയ്യാനുള്ള കോമ്പിറ്റൻസീസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ആർക്കാണ് ഇതൊക്കെ വേണ്ടത്, ഒരു ഓൺട്രപ്രണർക്കാണ് ഇതൊക്കെ വേണ്ടത്. അതായത് ബിസിനസ് തുടങ്ങുന്ന ആ വ്യക്തിയല്ലേ. അപ്പോൾ ആ വ്യക്തിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളപ്പം എന്താണ്, കാറ്റഗറീസ് ഓഫ് ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസീസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതുണ്ടോ, വളരെ ഈസിയാണ് മക്കളെ, ഇതൊക്കെ വളരെ ഈസി. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തയാണ് എന്താണ് ഓൺട്രപ്രണർഷിപ്പ്. നമ്മളിവിടെ ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസീസ് ഡിസ്കസ് ചെയ്തു. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത് ഓൺട്രപ്രണർഷിപ്പ്. എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് നമുക്ക് പല ഡൗട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പം മിസ് ക്ലിയർ ആക്കി തരാം അതെന്ത് വന്നത്. ഓൺട്രപ്രണർഷിപ്പ് കോൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓൺട്രപ്രണർഷിപ്പ്. ഇവിടെ ആദ്യം നമുക്ക് ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. മിക്കപ്പോഴും നമുക്ക് ഈ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ എക്സാംസ് എഴുതുമ്പോൾ നമ്മളൊരു ഡെഫിനേഷൻ കൂടെ ആഡ് ചെയ്താൽ മാത്രമേ അതിന് എന്ത് വരൂ, അതിനൊരു പൂർണ്ണത വരൂ. അപ്പോൾ നമുക്ക് ഈ ഡെഫിനേഷൻ എന്താണെന്ന് ആദ്യം നമുക്ക് അറിയാം. നമുക്കറിയാം ആർതർ എച്ച് കോളി നമുക്ക് സ്ഥിരമുള്ള പേരാണ്. ബിസിനസ് നമ്മൾ കൊമേഴ്സ് പഠിക്കുമ്പോൾ തൊട്ട് കേട്ടിട്ടുള്ള ഒരു പേരാണ്. സോ എന്താണ് പറഞ്ഞേക്കുന്നത്, ഓൺട്രപ്രണർഷിപ്പ് ഇസ് ദ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഇൻഡിവിജ്വൽ അണ്ടർടേക്കൺ ടു ഇനിഷ്യേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് മാക്സിമൈസ് പ്രോഫിറ്റ്. മക്കളെ ശരിയല്ലേ, ഓൺട്രപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ ഒരാളാണോ തുടങ്ങുന്നത്, ചിലപ്പം ഒരു വ്യക്തി ആയിരിക്കും തുടങ്ങുന്നത്, ഇല്ലെങ്കിൽ എന്താ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും എന്താ അവർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, അവർക്ക് ബിസിനസ് തുടങ്ങാനുള്ള ഇനിഷ്യേറ്റീവ് ആണ് ഇവിടെ എടുക്കുന്നത്. സിമ്പിൾ അല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്? ഓൺട്രപ്രണർഷിപ്പ് ഇവിടെ കണ്ടോ, അതൊരു പർപ്പസ്ഫുൾ ആയ ആക്ടിവിറ്റി. അവർക്കൊരു പർപ്പസ് ആണ്. എന്താണ് അവരുടെ പർപ്പസ്? അവർക്കൊരു ബിസിനസ് തുടങ്ങുക എന്നതാണ് അവരുടെ പർപ്പസ്. അത് ഒരു വ്യക്തി ആവാൻ തുടങ്ങുന്നത്, ഇല്ലെങ്കിൽ എന്താണ് ഒരുപാട് പേരാവാൻ തുടങ്ങുന്നത്, ഒന്നിൽ കൂടുതൽ വ്യക്തികളാവാൻ തുടങ്ങുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരത് ഇനിഷ്യേറ്റ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. അവർ ഇനിഷ്യേറ്റ് ചെയ്യും, അതായത് തുടങ്ങാൻ വേണ്ടി അവർ എന്ത് ചെയ്യും, എല്ലാവരും കൂടെ തുടങ്ങാൻ വേണ്ടി ഒരു പ്രേരണ എടുക്കും. അത് കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും. മെയിൻറ്റെയിൻ ചെയ്താലല്ലേ മക്കളെ അവർക്കൊരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. എന്തിനാ? പ്രോഫിറ്റ് മോട്ടീവ്. അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും.
എങ്ങനെയാണ് ഇതെങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആവാം, ഇല്ലേ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ 2 രീതിയിലല്ലേ ബിസിനസ് ചെയ്യുന്നത്. ഈ 2 രീതിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ അവരുടെ മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ്. അപ്പം ഒരു വ്യക്തിയോ ഒന്നിൽ കൂടുതൽ വ്യക്തികളോ എന്ത് ചെയ്യുക? ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് കണ്ടോ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുന്നു. എങ്ങനെ? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ആരൊക്കെയാണോ തുടങ്ങുന്നത് അവർ ബിസിനസ് തുടങ്ങുന്നു, പ്രോഫിറ്റ് മോട്ടീവ് ചെയ്യുന്നു, ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അതിന് ഗ്രോത്ത് ഇല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് എന്തെന്ന് പറയാം? ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയാം. ഓക്കെ, അതാണ് ഇവിടുത്തെ ആദ്യത്തെ എന്താണ് ഡെഫിനിഷൻ. കണ്ടോ ഡെഫിനിഷൻ നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിച്ചില്ലേ ഡെഫിനേഷൻ. ഇതായിരുന്നു അതിൻ്റെ ഡെഫിനേഷൻ. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സ്വാഭാവികം നമുക്കറിയാം ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. ഡൈനാമിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താ? വളരെ ചെറിയ പ്രോസസ്സാണ് അല്ല, വളരെ ഡൈനാമിക്സ് ഉള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇച്ചിരി കോൺസെപ്റ്റ് ആണ് എന്താ? ഓൺട്രപ്രണർഷിപ്പ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പോയിന്റ് നമുക്ക് എന്തെന്ന് അടിക്കാം? ഡൈനാമിക് പ്രോസസ്സ്. ഓക്കെ, ഇന്നോവേഷൻ. ഒരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇന്നോവേഷൻ വേണം. ഈ പോയിന്റ്സ് തന്നെ നമ്മൾ എവിടെ പഠിച്ചു? ഓൺട്രപ്രണറിയൽ കോമ്പറ്റൻസീസിൽ പഠിച്ചില്ലേ? നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് പോയിന്റ്സ് പഠിച്ചാലുള്ള ഗുണം എന്താ? നമുക്ക് എവിടെ വേണേലും എന്ത് ചെയ്യാം? നമുക്ക് എവിടെ വേണേലും നമുക്ക് എഴുതി വെക്കാം. അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഓൺട്രപ്രണർ എവിടെ പോയാലും എന്താണ്? റിസ്ക് ഉണ്ട്, ഇന്നോവേഷൻ വേണം, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ്. ഈ പോയിന്റ്സ് നമ്മൾ മറക്കാതെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ ഉപയോഗം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഴുതി ആഡ് ചെയ്യാൻ പറ്റും. അത് മറക്കരുത്. ഓക്കെ, അടുത്ത എന്താണ്? ഇന്നോവേഷൻ. ഇന്നോവേഷൻ ഉള്ളതാണ് എന്ത്? ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്നോവേഷൻ ഉള്ളതാണ്. അത് ഓൺട്രപ്രണർ ആവട്ടെ, ഓൺട്രപ്രണർഷിപ്പ് ആവട്ടെ, ഓൺട്രപ്രണറിയൽ കോമ്പറ്റൻസി ആവട്ടെ, ഇതിലെല്ലാത്തിലും എന്ത് വേണം? ഇന്നോവേഷൻ ഉണ്ട്. സോ അടുത്ത റിസ്ക് ടേക്കിംഗ്. നമുക്കറിയാം ഇതിലെല്ലാം എന്തുണ്ട്? ബിസിനസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ടേക്കിംഗ് ആണ് സ്വാഭാവികം. അടുത്ത ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ കറക്റ്റ് പോയിന്റിൽ കറക്റ്റ് ഡിസിഷൻസ് എടുക്കണം. ഡിസിഷൻ മേക്കിംഗ്. അടുത്ത ഓർഗനൈസേഷൻ ബിൽഡിംഗ് ഫംഗ്ഷൻ. ഒരു ബിൽഡ് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ? അതിനെന്ത് വേണം? ഹയർ ചെയ്യണം, സ്റ്റാഫ്സ് വേണം, എക്യുപ്മെന്റ്സ് വേണം, പിന്നെ അത് ഓർഗനൈസ് ചെയ്യണം. എന്ത്, എങ്ങനെ, എപ്പോൾ, ഏത് സമയത്ത്, ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് നമ്മൾ ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ ബിൽഡിംഗ് ഫംഗ്ഷൻ ചെയ്യണം. എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഫുള്ളൊരു അവിടെ എന്താണ് ചെയ്യുന്നത്? പ്രോഫിറ്റ് മോട്ടീവ് ആണ്. അപ്പോൾ അതൊരു എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ അവിടെ എന്ത് വരും? എക്കണോമിക് ആക്ടിവിറ്റിയും വരും. സോ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ 5 or 6 പോയിന്റ്സ് പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഗ്യാപ്പ് ഫില്ലിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഗ്യാപ്പ് ഫില്ലിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ നീഡ്സിൻ്റെ ആവശ്യമുണ്ട് ഇല്ലേ? ഹ്യൂമൻ നീഡ്സിൻ്റെ ആവശ്യമുണ്ട്, അവൈലബിൾ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഈ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം. എന്താണ് ഹ്യൂമൻ നീഡ്സ്, എന്താണ് ആവശ്യമുള്ളത്, കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ളത്, എന്താണ് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സും സർവീസസും എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്ത്? കണ്ടോ ഗ്യാപ്പ് ഫില്ലിംഗ് ഫംഗ്ഷൻ. ഗ്യാപ്പ് ഫില്ലിംഗ് ഫംഗ്ഷൻ നമുക്ക് എക്സാമിന് ചോദിച്ചാൽ നമ്മൾ എന്തെന്ന് എഴുതണം? വാട്ട് ഈസ് ഗ്യാപ്പ് ഫില്ലിംഗ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ 2 മാർക്കിന് എന്തെങ്കിലും യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ നമ്മൾ എഴുതണം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എല്ലാത്തിനും നമുക്ക് വേണം ഇത് ആഡ് ചെയ്യാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്താണ്? ഇന്നോവേഷൻ, ക്യാരക്ടേഴ്സ്, ഇല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് എന്ന് പറയാം. അതുപോലെ ഗ്യാപ്പ് ഫില്ലിംഗ് ഫംഗ്ഷൻ. ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന പേര് കേൾക്കുന്ന പോലെ തന്നെ ഹ്യൂമൻ നീഡ്സും നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഇല്ലെങ്കിൽ ഗുഡ്സും തമ്മിലുള്ള ഗ്യാപ്പിനെ എന്ത് ചെയ്യണം? നമ്മൾ ഫില്ല് ചെയ്യണം. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്യാപ്പ് ഫില്ലിംഗ് ഫംഗ്ഷൻ. ഈസി അല്ലേ മക്കളെ? വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലേ? അടുത്തയാണ് മക്കളെ അടുത്തയാണ് ഇവിടെ വരുന്നത്. ആരാണ് ഓൺട്രപ്രണർ? ഓക്കെ, എന്താണ് ഓൺട്രപ്രണർ, ആരാണ് ഓൺട്രപ്രണർ എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഇത്രയും നേരം ഓൺട്രപ്രണറിയൽ കോമ്പറ്റൻസി ഡിസ്കസ് ചെയ്തു, ഓൺട്രപ്രണർഷിപ്പ് ഡിസ്കസ് ചെയ്തു. ഇനിയാണ് നമ്മൾ വരുന്നത് ഓൺട്രപ്രണർ ആരാണെന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഓൺട്രപ്രണർ ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് വന്നേക്കുന്നത് എന്നാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. കണ്ടോ, ആ ഫ്രഞ്ച് വാക്കാണ് ഫ്രം എ ഫ്രഞ്ച് വേർബ്. എന്താണ് ഫ്രഞ്ച് വേർബ്? ഓൺട്രപ്രണർ, ഓൺട്രപ്രണറെ. ആക്ച്വലി ഇത് വായിക്കുന്നത് ഓൺട്രപ്രണർ അതുപോലെ തന്നെയാണ് വായിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ടേമിന് ഓൺട്രപ്രണർ എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു പറയുന്ന രീതി ആക്ച്വലി അത് അങ്ങനെ തന്നെയാണ് വരുന്നത്, വളരെ സിമിലർ ആണ്. സോ ദാറ്റ്സ് വൈ അതിനെ ഓൺട്രപ്രണർ എന്ന് നമ്മൾ എടുത്തതും. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു ബിസിനസ് വെഞ്ചർ, ടു അണ്ടർടേക്ക് എ ബിസിനസ് വെഞ്ചർ. അതായത് ഒരു ബിസിനസ്സിനെ അണ്ടർടേക്ക് ഇല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്? ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഏത് വാക്കിൽ നിന്ന് വന്ന? ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് വന്നത്. ഓക്കെ, ഒരു ഫ്രഞ്ച് വേർബിൽ നിന്നാണ് വന്നത്. അപ്പം ഇതെന്താണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്? അതൊരു ബിസിനസ്സിനെ ആരാണോ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നത് അയാളെ എന്തെന്ന് പറയാം? ഓൺട്രപ്രണർ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാം.
വളരെ സിമ്പിൾ. ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ഒരു വ്യക്തി കണ്ടോ, ആൻഡ് ഓൺടർപ്രണർ എന്താ, ഒരു ഇൻഡിവിജ്വൽ ആവാം, ഇല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം. പക്ഷെ നമ്മൾ ഒരു ഓൺടർപ്രണറിനെ കുറിച്ച് പഠിക്കുകയാണ്. ഓൺടർപ്രണർ ഇസ് ആൻ ഇൻഡിവിജ്വൽ ഹു ട്രൈസ് ടു ക്രിയേറ്റ് സംതിങ് ന്യൂ, ബിയേഴ്സ് റിസ്ക്, യുണൈറ്റ്സ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്യാരീസ് ഔട്ട് ഇന്നോവേഷൻ. സ്വാഭാവികം എന്ന് വെച്ചാൽ ഓൺടർപ്രണർ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പേര് പോലെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് ഇല്ലെങ്കിൽ ഒരു എന്താണ് നമ്മളിവിടെ എന്താ ഡിസ്കസ്, ഒരു ബിസിനസ് വെഞ്ചറിനെ അണ്ടർടേക്ക് ചെയ്യുന്ന വ്യക്തി എന്തെന്ന് പറയുന്നത്, ഏറ്റെടുക്കുന്ന വ്യക്തി എന്തെന്ന് പറയാൻ നമുക്ക് ഓൺടർപ്രണർ എന്ന് പറയും. ഈ ഓൺടർപ്രണർ എന്താണ്, എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യുകയോ, ഇല്ലെങ്കിൽ നമുക്ക് ആരെ ഓൺടർപ്രണർ എന്ന് വിളിക്കാൻ പറ്റുന്നത്, എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യുന്ന ഒരാളെയോ, ഇല്ലെങ്കിൽ അയാൾ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു, ബിയേഴ്സ് റിസ്ക് ഇൻവോൾവ് ആൻഡ് യുണൈറ്റ്സ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്യാരീസ് ഔട്ട് ഇന്നോവേഷൻ. ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട്, റിസ്ക് ബിയറിംഗ് ആയിട്ട്, വളരെ എന്താ പറയുക, സംതിങ് ന്യൂ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളെ, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് എന്തെന്നാണ് ഒരു ഓൺടർപ്രണർ എന്ന് പറയാം. കാരണം എന്താ, ഇങ്ങനെയുള്ള വ്യക്തികൾ ബിസിനസ് ചെയ്താൽ എന്ത് പറ്റും, ബിസിനസ് ചെയ്താൽ അത് പ്രോഫിറ്റ് ആവും, ഇല്ലെങ്കിൽ അതെന്താ സക്സസ്ഫുൾ ബിസിനസ് വെഞ്ചർ ആയി മാറാനുള്ള പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓൺടർപ്രണർ എന്ന് പറയുന്നത്. ആരാ ഓൺടർപ്രണർ? കണ്ടോ മീനിങ് നമ്മൾ കണ്ടോ പറഞ്ഞേക്കുന്നേ. ഒരു ഓൺടർപ്രണർ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എന്താ ഒരു ഇൻഡിവിജ്വൽ, എങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കണം, സംതിങ് ഇന്നോവേഷൻ ഉള്ള, ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം, റിസ്ക് ബിയറിംഗ് ആയിരിക്കണം. ആ വ്യക്തി എന്ത് ചെയ്യണം, റിസ്ക് ബിയർ ചെയ്യാൻ പറ്റണം, എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടോ ഇതിനെയൊക്കെ യുണൈറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. യുണൈറ്റ്സ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്യാരീസ് ഔട്ട്, എന്താ ക്യാരി ഔട്ട്, ഇന്നോവേഷൻ, ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കാനും പറ്റണം, എന്നാൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളൂ. ഓക്കെ. ഹീസ് എൻറിച്ച്ഡ് വിത്ത് ഇൻബോൺ ക്വാളിറ്റി. സ്വാഭാവികം വളരെ അഡ്വഞ്ചറസ് ആയിരിക്കണം. അഡ്വഞ്ചറസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്വഞ്ചറസ് ആയിട്ടുള്ളവരാണല്ലോ റിസ്ക് ബെയർ ചെയ്യുന്നതില്ല, അത് വെറുതെ പോകുന്നവരാരും റിസ്ക് എടുക്കത്തില്ല. ഓക്കെ. വില്ലിങ്നെസ് ടു ഫേസ് റിസ്ക്, ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ ഉള്ള ഒരു വ്യക്തി നമുക്ക് എന്തെന്ന് പറയാം, നമുക്കൊരു ഓൺടർപ്രണർ എന്ന് പറയാം. കാരണം ഈ ഓൺടർപ്രണർ എന്താണ്, ഒരു ബിസിനസ് വെഞ്ചർ അണ്ടർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ തന്നെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു ഓൺടർപ്രണർ എന്ന് പറയാം. ഇനി ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആരാണ് ഈ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്? ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക നമുക്ക് ഇതിനൊരു നല്ലൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻ ഓൺടർപ്രണർ ഇസ് ആൻ ഇൻഡിവിജ്വൽ ഹു ബിയേഴ്സ് ദ റിസ്ക് ഓഫ് ഓപ്പറേറ്റിംഗ് ബിസിനസ് ഇൻ ദ ഫേസ് ഓഫ് അൺസർട്ടനിറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ കണ്ടീഷൻ. വളരെ കറക്റ്റ് അല്ലേ മക്കളെ പറഞ്ഞേക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കി, ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ആൻ ഓൺടർപ്രണർ is an individual who bears the risk of operating business in the face of uncertainty about the future conditions. നമ്മളൊരു ബിസിനസ് തുടങ്ങി, വളരെ അൺസർട്ടൺ അല്ലേ മക്കളെ? നമുക്കറിയാമോ എന്താണ് നടക്കാൻ പോകുന്നത്? വളരെ സർട്ടൺ ആയ കാര്യമാണോ ഈ ബിസിനസ്? അല്ല, വളരെ അൺസർട്ടൺ ആണ്. എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് ആക്ച്വലി നമുക്ക് മനസ്സിലാവില്ല. അതാണ് ബിസിനസ്. അങ്ങനെയുള്ളൊരു കാര്യം കണ്ടോ, അങ്ങനെയുള്ളൊരു കാര്യം വേറെ ആ റിസ്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം, നമുക്കൊരു ഓൺടർപ്രണർ എന്ന് പറയാം. കണ്ടോ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ് അക്കോർഡിംഗ് ടു എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വെച്ച് എന്താണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഒരു ഓൺടർപ്രണർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ എന്ത് റിസ്ക് ആണ് എടുക്കുന്നത്, ഹു ബിയേഴ്സ് ദ റിസ്ക് ഓഫ് ഓപ്പറേറ്റിംഗ് എ ബിസിനസ് ഇൻ ദ ഫേസ് ഓഫ് അൺസർട്ടനിറ്റി. വളരെ അൺസർട്ടൺ ആയ ഒരു കാര്യമാണ് ഏറ്റെടുക്കുന്നത്. അതൊരു റിസ്ക് തന്നെയാണ്. ആ ഏറ്റെടുക്കുന്നത് എന്താവാം, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം, അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഓൺടർപ്രണർ എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തയാണ് ഓൺടർപ്രണർഷിപ്പ് ആസ് എ കരിയർ. മക്കളെ ഒന്ന് മനസ്സിലാക്കിക്കേ, ഓൺടർപ്രണർഷിപ്പ് ഇസ് എ കരിയർ എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് നമുക്ക് വളരെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണ് ഈ ഓൺടർപ്രണർ. ഓക്കെ, ഞാൻ ചിന്തിച്ചു എനിക്ക് ഒരു ജോലിയില്ല, ഞാൻ വെറുതെ വീട്ടിലിരിക്കാം, അപ്പം പിന്നെ നാളെ ഞാനങ്ങ് ഓൺടർപ്രണർ ആയേക്കാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയാണോ അത്? അല്ല. ഓൺടർപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ അതാണ് ഈ ആദ്യം തൊട്ടേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് എന്താണ്, നമുക്ക് അതിനുള്ള ക്യാരക്ടറിസ്റ്റിക്സും ക്വാളിറ്റീസും ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവണം. വളരെ അഡ്വഞ്ചറസ് ആയിരിക്കണം, റിസ്ക് ബെയറിംഗ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ ആവാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു റാൻഡം ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കരിയർ ആണോ ഓൺടർപ്രണർഷിപ്പ് ആസ് എ കരിയർ എന്ന് പറയുമ്പോൾ? അല്ല, ഒട്ടുമല്ല. സോ ഓൺടർപ്രണർഷിപ്പ് ആസ് എ കരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അത് അത്ര റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കരിയർ അല്ല. ഓക്കെ. ഇനി അടുത്ത, ഇത് എങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം കൂടുതലും എടുക്കേണ്ടത്? അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, അല്ലെ? വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ ആൻഡ് ബിസിനസ് വളരെ ബിസിനസ് ഐഡിയാസ്, ഇങ്ങനെ വളരെ ബേണിങ് സെൻസേഷൻ, എന്താ പറയുക, എനിക്ക് ബിസിനസ്മാൻ ആയേ പറ്റും, എനിക്ക് ഇത്രയും ക്രിയേറ്റീവ് ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ട്, എങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിലേക്ക് വരാൻ പറ്റും. അല്ലാതെ നമുക്കൊരു ഓൺടർപ്രണർഷിപ്പ് ഒരു കരിയർ ആയിട്ട് പെട്ടെന്ന് നമുക്ക് റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇമ്പോർട്ടൻസ്, അതായത് ഒരു ഓൺടർപ്രണർഷിപ്പ് ആസ് എ കരിയർ ആയിട്ട് എടുത്താലുള്ള അതിൻ്റെ
ഉപയോഗങ്ങൾ ഇല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ക്രിയേഷൻ. ശരിയല്ല മക്കളെ, ഞാനിപ്പം എനിക്ക് ഇത്രയും കഴിവുകളുണ്ട്, ഓക്കെ, എനിക്ക് മനസ്സിലായി മിസ് ബിസിനസ് നടത്തിയ ബിസിനസ് 100% പ്രോഫിറ്റ് ആണ്, എന്തായാലും സക്സസ്ഫുൾ ആവുന്നതാണെങ്കിൽ മിസ് ഒരു ബിസിനസ് ആണെങ്കിൽ എന്തായാലും അവിടെ ഒരു എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്തില്ലേ, മിസ്സിനൊരു ജോലിയാവും, മിസ് എന്തെങ്കിലും ബാക്കിയുള്ളവർക്കും ജോലി കൊടുക്കാനുള്ള മിസ്സിന് ആ ഒരു കപ്പാസിറ്റി ആവും. എന്തുകൊണ്ടാണ്? കാരണം മിസ്സിന് ആ ഒരു ഐഡിയ ഉണ്ട്, ബിസിനസ് എന്തായാലും വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓൺടർപ്രണർഷിപ്പ് ഒരു കരിയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. എന്താണ് അവിടെ ക്രിയേറ്റ് ആകുന്നത്? എംപ്ലോയ്മെന്റ് ക്രിയേഷൻ. ഓക്കെ. അടുത്ത ഇൻഡിപെൻഡൻസ്. നമുക്കൊരു ഇൻഡിപെൻഡൻസ് ഇല്ലേ, നമ്മൾ ആരെയും ഡിപ്പെൻഡൻ്റ് അല്ല. കാരണം നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, നമ്മൾ ഫ്രീ ആണ്, നമുക്ക് ഡിസിഷൻസ് എടുക്കാം, നമുക്ക് വളരെ ഇൻഡിപെൻഡൻസ് തന്നെ, നമുക്കൊരു ഫീലിംഗ് ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. എവിടെ? ഒരു ഓൺടർപ്രണർഷിപ്പ് കരിയർ ആയിട്ട് ഏറ്റെടുക്കുക. എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുമോ? ഇല്ല. ഓൺടർപ്രണീരിയൽ കോമ്പീറ്റൻസസ് ഇല്ല, ആ ട്രേഡ്സ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനി അടുത്തയാണ് ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് വൺസ് ഓൺ ഡെസ്റ്റിനി. എന്ന് വെച്ചാൽ എന്താണ് എനിക്ക് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഞാൻ ഇങ്ങനെ ബിസിനസ് തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ബിസിനസ് മാൻ ആവണം. ആ ഡെസ്റ്റിനി ആരാണ് ഏറ്റെടുത്തത്? ഇതിൽ തിരഞ്ഞെടുത്തത് ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവരവരുടേതായ താല്പര്യങ്ങൾ ഇല്ലെങ്കിൽ ഇഷ്ടങ്ങൾ ഇല്ലെങ്കിൽ എന്താണ്, ഫ്യൂച്ചറിൽ എന്താവണമെന്ന് ആർക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും? ഓൺടർപ്രണർഷിപ്സിന് ഇല്ല, ഓൺടർപ്രണർ ആയാൽ എനിക്ക് അങ്ങനെ ആവാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്, ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് വൺസ് ഓൺ ഡെസ്റ്റിനി. അവരവരുടെ സ്വന്തം എന്താണ് ഭാവി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവരവർക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. ഇനി അടുത്താണ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ ഡിഫറൻസ്. ഓക്കെ, നമ്മളെല്ലാവരും ഓരോരോ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഒരു ബിസിനസ് മാൻ ഉള്ളത് ഒരു ഡിഫറൻസ് തന്നെയല്ലേ. ഇറ്റ്സ് എ വെരി വെരി ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ ഡിഫറൻസ്, നമുക്കൊരു ഡിഫറൻസ് ഇല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചിന്തിച്ച് ആ കോൺസെപ്റ്റിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതാണ് എന്ത്, ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ ഡിഫറൻസ്. ഓപ്പർച്യൂണിറ്റി ടു റീച്ച് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ. അതെ, ഈ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ബ്രോഡായ കോൺസെപ്റ്റ്. നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് അവിടെ ഇറക്കാൻ പറ്റും. കാരണം നമ്മൾ ക്രിയേറ്റീവ് ആണ്, ഈ പറഞ്ഞോട്ടാണ്, റിസ്ക് ബെയറിംഗ് ആണ്, ക്രിയേറ്റീവ് ആണ്, ഇല്ലെങ്കിൽ വളരെയധികം വളരെ ഇൻബോൺ ടാലൻ്റ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എംപ്ലോയ്മെന്റ് ക്രിയേഷൻ പറ്റും, ഇൻഡിപെൻഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വൺസ് ഓൺ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി, എന്ത് ഓപ്പർച്യൂണിറ്റികളുടെ സ്വന്തം ആയിട്ടുള്ള ഡെസ്റ്റിനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ ഡിഫറൻസ്, നമുക്കൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞ് വൺസ് ഓൺ ഫുൾ പൊട്ടൻഷ്യൽ, ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ നമുക്ക് നമ്മുടെ എല്ലാ കഴിവുകളും നമുക്ക് എന്തിലും കൊണ്ടുവരാം. ഒരു ബിസിനസ് തുടങ്ങിയാൽ നമ്മുടെ എല്ലാ കഴിവുകളും സ്വമേധയാ തന്നെ അങ്ങ് വന്നോളും. ബിസിനസ് തുടങ്ങിയാൽ മാത്രം മതി, പേടിക്കണ്ട. ഓക്കെ, അപ്പം ഇതാണ് ഓൺടർപ്രണർഷിപ്പ് കരിയർ ആയിട്ട് ചൂസ് ചെയ്താലുള്ള ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ ആവശ്യകത. അങ്ങനെ തുടങ്ങിയാൽ നമുക്ക് എന്താണ് ഗുണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ഓൺടർപ്രണീരിയൽ പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത എന്താണ് ഓൺടർപ്രണീരിയൽ പേഴ്സണാലിറ്റി. എന്താണ് മക്കളെ ഓൺടർപ്രണീരിയൽ പേഴ്സണാലിറ്റി? നമ്മൾ ഇത്രയും നേരം അയാൾക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ കോമ്പീറ്റൻസീസ് ഡിസ്കസ് ചെയ്തു. ഇനി ഒരു പേഴ്സണാലിറ്റി, ഓൺടർപ്രണീരിയൽ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെന്തുമായിരിക്കും മക്കളെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി നമുക്ക് ആദ്യം തൊട്ടേ പറഞ്ഞ ഒരു ഓൺടർപ്രണറിന് ആ ഫീൽഡിൽ ഒരു ബിസിനസ്സിൽ വളരെയധികം സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്ത് വേണം? ബേസിക് ആയിട്ടുള്ള ട്രേറ്റ്സ് വേണം, ക്യാരക്ടറിസ്റ്റിക്സ് വേണം എന്നൊക്കെ പറഞ്ഞു. ഇനി ഈ ഓൺടർപ്രണറിയൽ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ഇതെല്ലാം ഭയങ്കരമായിട്ട് എന്താ പറയുക, പുറത്ത് വന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ചിലരിൽ അത് വളരെ ഹിഡൻ ആയിരിക്കും. എല്ലാവരും ഭയങ്കരമായിട്ട് പുറത്ത് കൊണ്ട് നോക്കി എനിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരോടും പാടി നടക്കണമെന്നില്ല, ഇല്ലെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്നല്ല. വളരെ ഹിഡൻ ആയിരിക്കും, അവരവർക്ക് തന്നെ മനസ്സിലാവുന്നത് അറ്റ പോയിന്റ് ആയിരിക്കും അല്ലേ. അപ്പം ഈ ഹിഡൻ ടാലൻസിനെ നമുക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത് ഇല്ലെങ്കിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ പേഴ്സണാലിറ്റീസിന് നമ്മൾ മനസ്സിലാവും. അതാണ് ഓൺടർപ്രണീരിയൽ പേഴ്സണാലിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടോ, എ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് എൻ ഓൺടർപ്രണർ ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ ബിസിനസ്. അതെന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഇത്ര കഴിവുകളില്ലേ, ഇത്ര പേഴ്സണാലിറ്റി ഇല്ലേ, ക്യാരക്ടറിസ്റ്റിക്സ് വേണം, ഇതെനിക്ക് പഠിച്ചേ പറ്റൂ, എൻ്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ മനസ്സിലാക്കിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ കൂടെ ബിൽഡ് ചെയ്തെടുക്കും. ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും. അതാണ് മക്കളെ ഓൺടർപ്രണീരിയൽ പേഴ്സണാലിറ്റി ഓർ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ
വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഓൺടർപ്രണേറിയൽസ് ഉണ്ട്. അതായത് ഏതൊക്കെ ടൈപ്സ് ആണെന്ന് അറിയാമോ? ദ ഇംപ്രൂവർ എന്നും പറഞ്ഞുണ്ട്. വളരെ സിമ്പിൾ, നമുക്കിത് ഒരുപാട് ഡിഫൈൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നും. എന്താണ്, ഏതൊക്കെ ടൈപ്സ് ആണുള്ളത് മാത്രം പറഞ്ഞാൽ എന്ത്, ഓൺടർപ്രണേറിയൽ പേഴ്സണാലിറ്റിയിൽ ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന്. ഏതൊക്കെ ടൈപ്സ് ആണുള്ളത് മക്കളെ? കണ്ടോ, ഒന്ന് ദ ഇംപ്രൂവർ. ആദ്യത്തേത് ദ ഇംപ്രൂവർ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഫോക്കസിങ്. എന്താണ് ഫോക്കസ് എന്ന് പറയുമ്പോൾ കമ്പനി ബിസിനസിന്റെ ഗ്രോത്തിനെയാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ്. നമുക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും, നമ്മൾ ഭയങ്കര ഒരു ഇമ്പ്രൂവർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഓൺടർപ്രണർ ഇമ്പ്രൂവർ ആകുമ്പോൾ എന്താണ്, ബിസിനസ്സിലും കമ്പനിയിലും അവർക്കൊരു എബിലിറ്റി ഉണ്ട്. അവരുടെ ഇൻറ്റഗ്രിറ്റി, അവരുടെ എത്തിക്സിനെ ഒക്കെ നമുക്ക് എന്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഡക്ട്സ് അവരെന്ത് മാക്സിമം അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമ്പ്രൂവർ എന്ന് പറയുന്നത്. അഡ്വൈസർ എന്നോ അഭിപ്രായങ്ങൾ മാത്രമായിരിക്കും അവർ പറയുന്നത്. ചിലരുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ അവർ ഏറ്റവും നന്നായിട്ട് തന്നെ പറയും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്. അങ്ങനെ അവരുടെ പ്രോഡക്ട്സിനെ അവരെന്ത് ചെയ്യും, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അതാണ് എന്ത്, ദ അഡ്വൈസർ എന്ന് പറയുന്നത്. ഇനി ദ സൂപ്പർ സ്റ്റാർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എല്ലാത്തിലും അവർക്ക് ഭയങ്കര കഴിവായിരിക്കും. അവർ അഡ്വൈസേഴ്സ് ആയിരിക്കും, അവർ എന്താ പറയുക, ഈ പറയുന്നത് ഇംപ്രൂവർ ആയിരിക്കും, ഈ പറയുന്നതായിട്ട് റിസ്ക് ബെയറിംഗ് ആയിരിക്കും, ടെക്നോളജി ഇന്നോവേഷൻസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന വ്യക്തികളെ നമുക്ക് എന്തെന്ന് പറയാം, ദ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ദ ഇംപ്രൂവർ, ദ അഡ്വൈസർ, ദ സൂപ്പർ സ്റ്റാർ. ഇനി അടുത്തയാണ് ദ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ്, അതായത് വെബ് ഡിസൈനിങ്, അഡ്വർടൈസിങ്, ഇവിടെയൊക്കെ എന്താണ് വേണ്ടത് മക്കളെ? ഇവിടെയൊക്കെ നമുക്ക് ക്രിയേറ്റിവിറ്റിയാണ് വേണ്ടത്. ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവരൊക്കെ. അവരെ നമുക്ക് ദ ആർട്ടിസ്റ്റ് എന്ന് പറയാം. കാരണം ഓരോ പ്രോഡക്ട്സും ഓരോ സർവീസസും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം ദ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ കൂടുതൽ എന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഓൺടർപ്രണേഴ്സ് ആണ് വെബ് ഡിസൈനിങ് ഇല്ലേ അഡ്വർടൈസ്മെന്റ്, മാർക്കറ്റിംഗ് പോലെ കൂടുതലും ആ ഫീൽഡ്സിലേക്ക് വരുന്നത്. ഓക്കെ, ദ വിഷണറി. എന്താണ് മക്കളെ എന്താ വിഷണറി എന്ന് പറയുമ്പോൾ? വിഷണറീസ് എന്താണ്? വിഷണറീസ് അവർക്കൊരു വിഷൻ ഉണ്ട്. ത്രൂ ഔട്ട് അവരുടെ ഫ്യൂച്ചറിലൊരു വിഷൻ. എന്താണ് വിഷൻ? ഓക്കെ, അവരുടെ വിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ പ്രോഡക്ട്സ് വളരെ സസ്റ്റൈനബിൾ ആക്കാം. 2030 ആകുമ്പോഴേക്കും അവരുടെ പ്രോഡക്ട്സിനൊക്കെ വളരെ സസ്റ്റൈനബിൾ ആക്കും, ഇല്ലെങ്കിൽ വളരെ ഗ്രീൻ പ്രോഡക്ട്സ് ആയിരിക്കും അവരിനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നതായിരിക്കും അവരുടെ വിഷൻ. അപ്പം അതാണ് വിഷനുള്ള പ്രോഡക്ട്സും നമ്മുടെ ഇടയിലുണ്ട്. സോ നമ്മളിവിടെ ഇംപ്രൂവർ ഡിസ്കസ് ചെയ്തു, ദ അഡ്വൈസർ, ദ സൂപ്പർ സ്റ്റാർ, ദ ആർട്ടിസ്റ്റ്, ദ വിഷണറി. അപ്പം ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഇതൊക്കെ ടൈപ്സ് ആണ്, മനസ്സിലായോ? ദ അനലിസ്റ്റ്, ദ ഫയർ ബോൾ. ദ അനലിസ്റ്റ് എന്ന് വെച്ചാൽ അനലൈസ് ചെയ്യുക, അവരുടെ പ്രോബ്ലം സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ പ്രോബ്ലംസ്, ഒരു കമ്പനിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ അനാലിസിസ് ചെയ്യുന്നവരാണ് ദ അനലിസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ. ദ ഫയർ ബോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം തീഗോളം പോലെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് എന്താ പറയാം, ഫയർ ബോൾസ് എന്ന് പറയാം. സോ ഇതാണ് ടൈപ്സ്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ടൈപ്സ് നമുക്ക് എഴുതാൻ പറ്റും. ഒരു 5 ടൈപ്സ് എഴുതിയാൽ തന്നെ വളരെ നമുക്ക് എന്തായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും മാർക്ക്. അപ്പോൾ ഓൺടർപ്രണർ പേഴ്സണാലിറ്റീസ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഓൺടർപ്രണറിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സോ ക്വാളിറ്റീസോ എന്താണ്, അതാണ് വേണ്ടത്. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനില്ലെങ്കിൽ ബിസിനസ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അയാളിൽ വേണം. അതിനെയാണ് നമ്മൾ എന്താ ഓൺടർപ്രണർ പേഴ്സണാലിറ്റി എന്ന് ഡിസ്കസ് ചെയ്തത്. ഈ പേഴ്സണാലിറ്റീസിൽ തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ? ഇംപ്രൂവർ ഉണ്ട്, അഡ്വൈസർ ഉണ്ട്, സൂപ്പർ സ്റ്റാർ ഉണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ടൈപ്സിലാണ് വരുന്നത് അല്ലേ? ഇനി ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണർ അവൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സക്സസ്ഫുൾ ഓൺടർപ്രണർ മാറിപ്പോയത് നേരത്തെ നമ്മൾ ഓൺടർപ്രണറിയൽ കോമ്പീറ്റൻസീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഒരു ഓൺടർപ്രണറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പിന്നെ ഓൺടർപ്രണർ പേഴ്സണാലിറ്റി ഡിസ്കസ് ചെയ്തു, ടൈപ്സ് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സക്സസ്ഫുൾ. കണ്ടോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സക്സസ്ഫുൾ ഓൺടർപ്രണർ പേഴ്സണാലിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതും വളരെ സിമ്പിളാണ്. നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങളാണ്, പക്ഷെ കുറച്ചും കൂടെ നമ്മൾ എന്താണ് ആ വാക്ക് ഇച്ചിരി കൂടെ എലാബറേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. നോക്കിയേ, വില്ലിങ്നെസ് ടു വർക്ക് ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. അത് നമുക്ക് വില്ലിങ്നെസ് ടു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ വളരെ മോഡിഫൈ ചെയ്ത് എഴുതി വെക്കാം. അത് ഡിസയർ ഫോർ ഹൈ അച്ചീവ്മെന്റ്, അതായത് പ്രോഫിറ്റ് മോട്ടീവ്, ഡിസയർ ഫോർ ഹൈ അച്ചീവ്മെന്റ്. സ്റ്റബോൺ ഒപ്റ്റിമിസം, വളരെ സ്ട്രോങ് ആണ്, എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ സ്റ്റബോൺ ഒപ്റ്റിമിസം. ഇൻഡിപെൻഡൻസ്, ക്ലിയർ ഫോർസൈറ്റ്, അതായത് നല്ല ഉൾക്കാഴ്ച, ക്ലിയർ ആയിട്ട് അയാൾക്കറിയാം എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ പ്ലാൻ ഉണ്ട്, അതാണ് ക്ലിയർ ഫോർസൈറ്റ്. ഓർഗനൈസിങ് കപ്പാസിറ്റി, ഇന്നോവേറ്റീവ് സ്കിൽസ്. ഇതൊക്കെ എന്താണ് മക്കളെ ക്യാരക്ടറിസ്റ്റിക്സ്. ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്, ഒരു ഓൺടർപ്രണറിന്റെ സക്സസ്ഫുൾ ആയ ഒരു ഓൺടർപ്രണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുവാണെങ്കിൽ, സക്സസ്ഫുൾ ഓൺടർപ്രണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതി വെക്കാം, നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. ഓക്കെ കണ്ടോ,
വളരെ ക്രിയേറ്റീവ് തിങ്കിങ്, സ്കിൽ ഓഫ് സക്സസ്ഫുൾ ഓണ്ടർപ്രണറിന്റെ സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്രിയേറ്റീവ് തിങ്കിങ്, ലീഡർഷിപ്പ്, റിസ്ക് ടേക്കിംഗ്. നമ്മൾ നേരത്തെ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഇന്നോവേഷൻ, ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ. ഇതേ സ്കിൽസ് തന്നെയാണ് ഇവിടെ വരുന്നത് ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണറിനും വരുന്നത്. അതാണ് വരുന്നത്. മിക്ക പോയിന്റ്സ് നമുക്ക് എന്ത് പറ്റും, മിക്സഡ് ആക്കി എഴുതാൻ പറ്റും, കൺഫ്യൂഷൻ ഇല്ലാതെ. കോമൺ പോയിന്റ്സ് ആക്കാനുള്ളത് നമുക്ക് എന്തുണ്ട്, ഓണ്ടർപ്രണർഷിപ്പ് കോമ്പീറ്റൻസീസിൽ ഇല്ലെങ്കിൽ ഓണ്ടർപ്രണറിയൽ കോമ്പീറ്റൻസീസ് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 1 കുറേ തിയറി ആയിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ കുറച്ച് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തയാണ് എന്ത്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓണ്ടർപ്രണർ. ഇനി ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? ഓണ്ടർപ്രണറിനെ തന്നെ പല ടൈപ്പായിട്ട് നമുക്ക് തിരിക്കാം. ബിസിനസ്സിന്റെ ടൈപ്സ് ആയിട്ട്, ബൈ ദ ടൈപ്പ് ഓഫ് ബിസിനസ്. ഇത് കണ്ടു എഴുതിയത് ബൈ ദ ടൈപ്പ് ഓഫ് ടെക്നോളജി, മോട്ടിവേഷൻ, ഗ്രോത്ത്. ഇങ്ങനെ 4ആയിട്ട് എന്താക്കാൻ പറ്റും, നമുക്ക് ക്ലാസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ 4ആയിട്ട് ഒരു ഓണ്ടർപ്രണറിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് ബിസിനസ് ഓണ്ടർപ്രണേഴ്സ്. എന്താണ് മക്കളെ ബിസിനസ് ഓണ്ടർപ്രണേഴ്സ്? ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് എന്താണ്, ഒരു പുതിയ ഐഡിയ ഉണ്ട്. അവർ ആ പുതിയ ഐഡിയ സെറ്റപ്പ് ചെയ്ത് മെറ്റീരിയലൈസ് ചെയ്തിട്ട് എന്തായാലും അവർ ബിസിനസ്സിലേക്ക് ഇറക്കും. അതായത് ദ ഓണ്ടർപ്രണേഴ്സ് ഹു കൺസീവ് ആൻ ഐഡിയ ഫോർ എ ന്യൂ പ്രോഡക്റ്റ്. അവരുടെ കയ്യിൽ ഒരു ന്യൂ പ്രോഡക്റ്റ് ഉണ്ട്, കൺസീവ് ചെയ്യുക. അവർ ആദ്യം അവരുടെ മനസ്സിൽ വിചാരിക്കും, ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു ന്യൂ പ്രോഡക്റ്റ് ഐഡിയ എനിക്കുണ്ട്, അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇത് മാർക്കറ്റിലേക്ക് ഇറക്കും. കൂടുതൽ ഇവരെന്താണ് ചെയ്യുന്നത്, ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് അവരെന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് അവർ സെറ്റപ്പ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, സെറ്റപ്പ് ചെയ്യുന്ന അത് എന്തിനാ, നേരത്തെ കൺസീവ് ചെയ്ത ഐഡിയ ഇവരെന്ത് ചെയ്യും, മെറ്റീരിയലൈസ് ചെയ്യുമ്പോൾ, അതായത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകും. ഇങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് എന്തെന്ന് പറയാം, ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയാം. എന്തെന്ന് പറയാം, ബിസിനസ് ഓണ്ടർപ്രണേഴ്സ്. അടുത്തയാണ് നമുക്ക് വരുന്നത് ട്രേഡിംഗ് ഓണ്ടർപ്രണേഴ്സ്. ട്രേഡിംഗ് ഓണ്ടർപ്രണേഴ്സ് എന്ന് വെച്ചാൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, അതായത് എന്താണ്, പൊട്ടൻഷ്യൽ മാർക്കറ്റ്സിനെ മനസ്സിലാക്കി ട്രേഡിംഗ് ആക്ടിവിറ്റീസ് മാത്രമേ ചെയ്യാം. അവർ ബിസിനസ് തുടങ്ങാനോ ഒന്നും പോകുന്നില്ല, അവർ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ മാത്രം ഒതുങ്ങി നിൽക്കും. ട്രേഡിംഗ് ഓണ്ടർപ്രണേഴ്സ് എൻഗേജ് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. കാരണം എന്താ, കൂടുതൽ അവർ ട്രേഡ് ചെയ്യത്തേ ഉള്ളൂ, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ട്രേഡിങ്ങിലാണ് അവർ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ഓണ്ടർപ്രണേഴ്സ്, സ്വാഭാവികം ഇൻഡസ്ട്രിയൽ ഓണ്ടർപ്രണേഴ്സ്, ദോസ് ഓണ്ടർപ്രണേഴ്സ് ഹു ഹാസ് കൺസീവ് ഐഡിയാസ് ഓൺ ഇൻഡസ്ട്രീസ്. അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും അവർക്ക് കൂടുതലും താല്പര്യം. ഇപ്പം ഇൻഡസ്ട്രി എന്തായിരിക്കും, റിയൽ മാനുഫാക്ചേഴ്സ് ആവാം, ഇല്ലെങ്കിൽ ബേസിക്കലി പ്രോഡക്റ്റ് ഓറിയന്റഡ് ബിസിനസ് മാൻ. അപ്പം എന്താ നമുക്കിവിടെ പറയാം, അവർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആണ് കൂടുതലും തുടങ്ങുക. ഇൻഡസ്ട്രിയൽ ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർ കൂടുതൽ എന്തായിരിക്കും തുടങ്ങുന്നത്, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആണ് കൂടുതൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് താല്പര്യം. ഓക്കെ, അടുത്താണ് കോർപ്പറേറ്റ് ഓണ്ടർപ്രണേഴ്സ്. കോർപ്പറേറ്റ് ഓണ്ടർപ്രണേഴ്സ് നമുക്കറിയാം എന്താണ്, ഹു ഡെമോൺസ്ട്രേറ്റ് ദർ ഇന്നോവേറ്റീവ് സ്കിൽസ് ഇൻ ഓർഗനൈസിങ് എന്റർപ്രൈസസ് ഇൻ കോർപ്പറേറ്റ് സെക്ടർ. കൂടുതലും ഇവർ കോർപ്പറേറ്റ് സെക്ടേഴ്സിലാണ് എന്ത് മക്കളെ ഉള്ളത്, ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഓണ്ടർപ്രണേഴ്സ്. അഗ്രികൾച്ചർ ഓണ്ടർപ്രണേഴ്സ് നമുക്കറിയാം. അഗ്രികൾച്ചർ ഓണ്ടർപ്രണേഴ്സ് എന്ന് വെച്ചാൽ കൂടുതലും കൃഷിയുടെ കാര്യങ്ങൾ, ഇല്ലെങ്കിൽ എന്താണ്, അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഴ്സ്, മാർക്കറ്റിംഗ് ക്രോപ്സ്, മാർക്കറ്റിംഗ് ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെയാണ് കൂടുതലും അഗ്രികൾച്ചർ സെക്ടറിനെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സിനെയാണ് നമുക്ക് എന്താണെന്ന് പറയുന്നത്, അഗ്രികൾച്ചറൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ടൈപ്സ് ഓഫ് ബിസിനസ്സിൽ വരുമ്പോൾ. ടൈപ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് മിസ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ബിസിനസ്, ട്രേഡിംഗ്, ഇൻഡസ്ട്രിയൽ, കോർപ്പറേറ്റ്, അഗ്രികൾച്ചർ, ഈ 5 പേര്. അത് കഴിഞ്ഞ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് വെറും 2 പേരാണ്. ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഒന്ന് എന്താണ്, ടെക്നിക്കൽ ഓണ്ടർപ്രണേഴ്സും പ്രൊഫഷണൽ ഓണ്ടർപ്രണേഴ്സും. ഇനി ടെക്നിക്കൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, വളരെ ക്രാഫ്റ്റ്മാൻ ടൈപ്പാണ്. അതായത് അവർക്ക് വളരെ ന്യൂ ഐഡിയാസ് ആണ് അവർക്കുള്ളത്. ഓക്കെ, ഇപ്പോൾ അവർക്ക് ഒരു പുതിയ ഐഡിയ വന്നു, അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കും. അവർ മാക്സിമം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അവരുടെ പ്രോഡക്ട്സ്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാക്സിമം അവർ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. എന്തിൻ്റെ സഹായത്തോടെ, ടെക്നോളജിയുടെ സഹായത്തോടെ. അതാണ് മക്കളെ ഈസി ആയിട്ട് അറിയാൻ ടെക്നിക്കൽ ഓണ്ടർപ്രണേഴ്സ്. ഇനി അടുത്ത പ്രൊഫഷണൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് വെച്ചാൽ അത് വളരെ സിമ്പിൾ ടേമാണ്. പ്രൊഫഷണൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് വെച്ചാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, അവർ ഒരു ബിസിനസ് തുടങ്ങി, അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് പോയി എങ്കിൽ അവരെന്ത് ചെയ്യും, അടുത്ത ബിസിനസ് അവർ തുടങ്ങും, ഇല്ലെങ്കിൽ ആ ബിസിനസ് അവർ ഏറ്റെടുക്കും. പക്ഷേ ഇനി പഴയ ബിസിനസ് അവർ തുടങ്ങി അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, അവരിനി അത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല, അവരെന്ത് ചെയ്യും, ഇല്ലെങ്കിൽ അവർ നിർത്തിവെക്കും, ഇല്ലേ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും, അവർ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അതിനെയാണ് പ്രൊഫഷണൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവരിങ്ങനെ മാസം ഓരോ ബിസിനസ്സസ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താ, ഓൾറെഡി അവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് അവർക്കത് വളരെയധികം ബോറടിച്ച് അവർ ഓൾറെഡി അടുത്ത ബിസിനസ്സിലേക്ക് അവർ ജമ്പ് ചെയ്യും. ഇതിന് നമുക്ക് എന്തെന്ന് പറയാം, പ്രൊഫഷണൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയാം. എന്തെന്ന് പറയാം, പ്രൊഫഷണൽ ഓണ്ടർപ്രണേഴ്സ്. ഇനി അടുത്തയാണ് ബൈ മോട്ടിവേഷൻ. ഇത് വളരെ സിമ്പിളാണ്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓണ്ടർപ്രണർ, ഒരു പ്യുവർ ഓണ്ടർപ്രണർ ആണെന്ന് വെച്ചോ,
പുള്ളി ആ ഓൺടർപ്രണർ ഇല്ല, ആ ഓൺടർപ്രണർ ചെയ്യുന്ന എന്തിനാ, അദ്ദേഹത്തിന് കിട്ടാനുള്ള പ്രോഫിറ്റിന് വേണ്ടിയോ ഇല്ലെങ്കിൽ സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ആ ബിസിനസ്. അതായത് ആ പുള്ളിക്ക് ഓൺടർപ്രണർ ആവണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പുള്ളി അത് ചെയ്യുന്നുണ്ട്, എന്നിട്ട് പ്രോഫിറ്റ്സും കിട്ടുന്നുണ്ട്. ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? പ്യുവർ ഓൺടർപ്രണേഴ്സ് എന്ന് പറയാം. ഇൻഡ്യൂസ്ഡ് ഓൺടർപ്രണേഴ്സ് എന്ന് വെച്ചാൽ, ഇനി ഇൻഡ്യൂസ്ഡ് ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കണം മക്കളെ. നമുക്കിപ്പം ഗവൺമെൻറ് നമുക്കിപ്പം കുറച്ച് സബ്സിഡീസ് തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് ഇത്ര ലോൺ ഞങ്ങൾ ഗ്രാൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗ്രാൻഡ്സ് നമുക്ക് ഗവൺമെൻറ്റിന് അതിന് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു ബിസിനസ് അങ്ങനെ തട്ടിക്കൂട്ടി തുടങ്ങും. ഇതിനെയാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ഇൻഡ്യൂസ്ഡ്. എന്താണ് ഇൻഡ്യൂസ്ഡ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്? ഇൻഡ്യൂസ്ഡ് ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗ്രാൻഡ്സോ സബ്സിഡീസോ അങ്ങനെ എന്തെങ്കിലും ലോൺസ് എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ വക കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു ബിസിനസ് അങ്ങ് തുടങ്ങും. അങ്ങനെ ഞാനൊരു ഓൺടർപ്രണർ ആയി. അതിനെ എന്തെന്ന് പറയാം? ഇൻഡ്യൂസ്ഡ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയാം. ഇനി മോട്ടിവേറ്റഡ് ഓൺടർപ്രണേഴ്സ്, ആ പേര് പോലെ തന്നെ മോട്ടിവേഷനൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് നമ്മളൊരു ഓൺടർപ്രണർ ആവുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതെ, നമുക്ക് മോട്ടിവേറ്റഡ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയാം. ഇനി അടുത്താണ് സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഒരു ഓൺടർപ്രണർ ആയി കളയാമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഒരു ഓൺടർപ്രണർ ആയി. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, ഇല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റീസിന് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഓക്കെ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തില്ല, പിന്നെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ബോധം എനിക്ക് വരികയും ഞാൻ പെട്ടെന്നൊരു ഓൺടർപ്രണറായി മാറാൻ പറ്റുകയാണെങ്കിൽ അതിന് എന്തെന്ന് പറയാം? അതിന് നമുക്ക് സ്പോണ്ടേനിയസ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയാം. ഇതിനെയാണ് ബൈ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഓൺടർപ്രണറിനെ തന്നെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ബിസിനസ്, ഓൺ ദ ബേസ് ഓഫ് ബിസിനസ്, അടുത്ത ടെക്നോളജി, പിന്നെ മോട്ടിവേഷൻ, അത് കഴിഞ്ഞ് ഗ്രോത്ത്. ഇനി അടുത്താണ് നമ്മൾ ഗ്രോത്ത്. ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ 4ൽ പിന്നെയും നമുക്ക് എന്ത് സബ് ഡിവിഷൻസും വരുന്നുണ്ട്. ഇനി ഗ്രോത്ത് ഓൺടർപ്രണേഴ്സ്, ആദ്യത്തെ എന്താണ്? ഗ്രോത്ത് ഓൺടർപ്രണേഴ്സ്. സ്വാഭാവികം ഗ്രോത്ത് ഓൺടർപ്രണേഴ്സ് എന്താണ്? ഗ്രോത്ത് ഓൺടർപ്രണേഴ്സ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ഇൻ ഇൻഡസ്ട്രീസ് ഹാവിങ് ഹൈ പൊട്ടൻഷ്യൽ ഓഫ് ഗ്രോത്ത്. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ആ ഓൺടർപ്രണേഴ്സ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല, അവർ ഹൈ ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രീസ് കണ്ടുപിടിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അതിന് നമുക്ക് എന്ത് പറയാം? ഗ്രോത്ത് ഓൺടർപ്രണേഴ്സ് എന്ന് പറയും. എന്താ മക്കളെ അവിടെ പറയേണ്ടത്? ഗ്രോത്ത് ഓൺടർപ്രണേഴ്സ്. അവരെയാണ് നമ്മൾ ഗ്രോത്ത് ഓൺടർപ്രണേഴ്സ് എന്ന് വിളിക്കേണ്ടത്. സൂപ്പർ ഗ്രോത്ത് ഓൺടർപ്രണേഴ്സ് എന്താ? അവർ എനോർമസ് ഗ്രോത്ത് പെർഫോമൻസ് ഇൻ ദ ഇൻഡസ്ട്രി വെഞ്ചർ. അവർക്കൊരു ഇൻഡസ്ട്രിയൽ വെഞ്ചർ ഉണ്ടെന്ന് വെച്ചോ, അവരെന്ത് ചെയ്യും? അതിൽ ഏറ്റവും നന്നായിട്ട് സ്ട്രൈവ് ചെയ്തിട്ട് അവരതിൽ നിന്നും അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആർക്കും എന്താ പറയുക, എത്തിപ്പെടാൻ പറ്റാത്തടത്തോളം അവർ ഗ്രോത്ത് അവരെന്ത് ചെയ്യാൻ പറ്റി? അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി അവരുടെ ഹാർഡ് വർക്കിലൂടെ. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സൂപ്പർ ഗ്രോത്ത് ഓൺടർപ്രണേഴ്സ് എന്ന് പറയാം. ഓക്കെ, എന്തെന്ന് പറയാം മക്കളെ? സൂപ്പർ ഗ്രോത്ത് ഓൺടർപ്രണേഴ്സ് എന്ന് പറയാം. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കാര്യം കൂടെ പഠിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഇത് എന്താണ് മക്കളെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്ക് പഠിക്കാനുള്ളതാണ് വുമൺ ഓൺടർപ്രണേഴ്സ്. നമ്മളിവിടെ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? വുമൺ ഓൺടർപ്രണേഴ്സ്. നമുക്കറിയാം എന്താണ് വുമൺ ഓൺടർപ്രണേഴ്സ്. അതായത് സ്ത്രീകൾ ഓൺടർപ്രണേഴ്സ് ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വുമൺ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ്റെ പകുതി എന്ത് തന്നെയാണ്? സ്ത്രീകൾ തന്നെയാണ്. ഇവരപ്പോൾ ഓൺടർപ്രണേഴ്സ് ആവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വളരെ വലിയ കാര്യമല്ലേ മക്കളെ അത് അതെന്ന് പറയുന്നത്? വുമൺ ഓൺടർപ്രണേഴ്സ്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ത്? വുമൺ ഓൺടർപ്രണേഴ്സ്. വുമൺ ഓൺടർപ്രണേഴ്സ്. എന്താണ് വുമൺ ഓൺടർപ്രണർ എന്ന് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. Woman entrepreneur is a woman who conceives business idea, initiates a business enterprise, organizes and combines necessary factors of production, operates the enterprise and undertake risk. സ്വാഭാവികം നമ്മൾ ഇത് ഇത്രയും നേരത്തെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ഓൺടർപ്രണർ കോമ്പീറ്റൻസീസ് ആവട്ടെ, ഹൂ ഈസ് ആൻ ഓൺടർപ്രണർ, സക്സസ്ഫുൾ ഓൺടർപ്രണർ, ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്തത്? ഇത് തന്നെയാണ് വായിച്ചത്. ഇതൊക്കെ ഇവിടെ ആഡ് ചെയ്താൽ മാത്രം മതി. വുമൺ ഓൺടർപ്രണറിൽ ആഡ് ചെയ്താൽ മാത്രം മതി. നോക്ക് മക്കളെ, വുമൺ ഓൺടർപ്രണർ എന്ന് വെച്ചാൽ എന്താണ്? അവർക്കൊരു ഐഡിയ ഉണ്ട്, ബിസിനസ് ഐഡിയ. എല്ലാവരും കൺസീവ് ചെയ്തല്ലേ പറ്റിയ ഒരു ഐഡിയ, ഒരു ബിസിനസ് ഐഡിയ അവരെന്ത് ചെയ്യും? കൺസീവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ ഇനിഷ്യേറ്റ് ചെയ്യും, പിന്നെ ഓർഗനൈസ്, അതാണ് പറയുന്നത്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ ഒരു ഗ്രോത്ത് വരും. നമ്മളത് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ഒരു ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നൊരു ഡെഫിനേഷനിൽ ഡിസ്കസ് ചെയ്തില്ലേ? അതുപോലെയുള്ളൂ, സിമ്പിൾ. നമ്മളിവിടെ എന്ത് വേണം? നമുക്കൊരു ഐഡിയ വേണം. കൺസീവ്സ് ബിസിനസ് ഐഡിയ, ഇനിഷ്യേറ്റ്സ് ബിസിനസ് എൻ്റർപ്രൈസ്, ഓർഗനൈസ് ആൻഡ് കമ്പൈൻസ് നെസസറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസ്ക്. എന്തായാലും ഏത് ഓൺടർപ്രണർ ആണെങ്കിലും എന്താ, അതിപ്പോൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവരെന്ത് ചെയ്തേ പറ്റും? റിസ്ക് ഏറ്റെടുത്തേ പറ്റൂ. അപ്പം റിസ്ക്, അണ്ടർടേക്ക് റിസ്ക്,
ആൻഡ് എക്കണോമിക് അൺസർട്ടണിറ്റീസ് ഇതൊക്കെ ഏറ്റെടുത്ത വ്യക്തി നമുക്ക് എന്താണെന്ന് പറയാം, സ്വാഭാവികം ഓൺട്രപ്രണർ എന്ന് പറയാം. അതിൻ്റെ കൂടെ വുമൺ ഓൺട്രപ്രണർ എന്ന് പറയണമെങ്കിൽ എന്താ, ആ ഒരു പേരും കൂടെ ചേർത്താൽ വുമൺ ഓൺട്രപ്രണർ എന്നും കൂടെ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? താണ്ട മക്കളെ, അതിനുള്ള ഡെഫിനിഷൻ കിട്ടും. കണ്ടോ, നമ്മളിവിടെ പഠിച്ചില്ലേ, വളരെ സിമ്പിൾ അല്ലേ, മേളിലുള്ള പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതാണ് എന്ത്, വുമൺ ഓൺട്രപ്രണർ. ഇനി ഇതിനൊരു ഡെഫിനേഷൻ കൂടെ ഉണ്ട്. ആരാണ് ഈ ഡെഫിനേഷൻ പറഞ്ഞതെന്ന് അറിയാമോ? ആ ഡെഫിനേഷനും കൂടെ നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡെഫിനേഷൻ എന്ന് വെച്ചാൽ എ വുമൺ ഓൺട്രപ്രണർ മേ ബി ഡിഫൈൻഡ് as a woman or a group of women who initiate, organize and run a business എന്റർപ്രൈസ്. അതായത് എന്താണ്, ഒരു സ്ത്രീയോ ഒരു കൂട്ടം സ്ത്രീകളോ അവരെന്ത് ചെയ്യും, അവർ ബിസിനസ് ഇനിഷ്യേറ്റ് ചെയ്തു, ഓർഗനൈസ് ചെയ്തു, എന്നിട്ട് ബിസിനസ്സിനെ റൺ ചെയ്യിക്കുന്നു. ഇവരെ നമുക്ക് എന്തെന്ന് പറയാം മക്കളെ? ഇവരെ നമുക്ക് ഒരു വുമൺ ഓൺട്രപ്രണർ എന്ന് പറയാം. ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. എന്താണ് ഒരു വുമൺ എന്ത് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വുമൺ, ഒരു സ്ത്രീയോ ഒരു കൂട്ടം സ്ത്രീകളോ എന്ത് ചെയ്യുന്നു, അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ബിസിനസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് ഓർഗനൈസ് ചെയ്യുന്നു, ആ ബിസിനസ് എന്റർപ്രൈസിനെ റൺ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നവരെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു വുമൺ ഓൺട്രപ്രണർ എന്ന് പറയാം. സിമ്പിൾ അല്ലേ അത്? നമ്മളങ്ങനെ അതിന്റെ ഡെഫിനേഷൻ വൃത്തിക്ക് പഠിച്ചില്ലേ? വെരി ഈസി. ഇനി ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമുക്ക് പഠിക്കാം. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്? ഒരു വുമൺ ഓൺട്രപ്രണറിന് വേണ്ട ക്വാളിറ്റീസ് എന്താണ്? കൂടുതൽ എന്താണ്? ഫേസിങ് ചാലഞ്ചസ്. സ്വാഭാവികം നമ്മൾ എല്ലായിടത്തും പഠിച്ചായിരുന്നു എന്ത്, അവരെന്ത് ചെയ്യണം, ചാലഞ്ചസ് ഫേസ് ചെയ്യണം. ഓക്കെ. അടുത്ത ഒപ്റ്റിമിസം, വളരെ പോസിറ്റീവ് ആയിരിക്കണം, നമ്മൾ അതും പഠിച്ചു. അക്വിസിഷൻ ഓഫ് ന്യൂ നോളജ്, അത് എന്താണ് ന്യൂ നോളജ് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ? ഇപ്പോൾ പുതിയൊരു ടെക്നോളജി വന്നു, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിനെയും കുറിച്ചൊരു നോളജ് ഇവർ അക്വയർ ചെയ്തുകൊണ്ടിരിക്കണം. അതിപ്പം മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും എന്ത് ചെയ്യണം, മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. സോ അക്വിസിഷൻ ഓഫ് ന്യൂ നോളജ്. വിത്ത്സ്റ്റാൻഡിങ് അൺസർട്ടണിറ്റി. വിത്ത്സ്റ്റാൻഡിങ് അൺസർട്ടണിറ്റി എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അതിനെയാണ് വിത്ത്സ്റ്റാൻഡിങ് അൺസർട്ടണിറ്റി എന്ന് പറയുന്നത്. അടുത്ത പേഷ്യൻസ്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ക്ഷമ വേണം. സോ നമുക്ക് എന്ത് വേണം, ക്ഷമ. അതുകൊണ്ട് തന്നെ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസിന് നമുക്ക് എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്? അതിപ്പോൾ ഏത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയിക്കോട്ടെ, ഓൺട്രപ്രണറിൻ്റെ ചോദിച്ചാലും ഓൺട്രപ്രണർഷിപ്പ് ചോദിച്ചാലും എല്ലാത്തിനും നമുക്ക് ബേസിക് ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പേഷ്യൻസ്. അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള തലത്തിലേക്കാണ് ഒരു വുമൺ ഓൺട്രപ്രണർ ചെല്ലുന്നെങ്കിൽ അവർക്ക് എന്ത് വേണം, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി വേണം. ഇനി അടുത്ത ഇൻ്റലിജൻസ്. ഒരു ബിസിനസ്സിൽ ഒരു ഓൺട്രപ്രണർക്ക് വേണ്ട കാര്യം എന്താണ്, ഒരു ഇൻ്റലിജൻസ് ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇൻ്റലിജൻസ് വേണം. അതിപ്പം എന്താണ് ഒരു ഫോർകാസ്റ്റിംഗ്. ഓക്കെ, എൻ്റെ ബിസിനസ്സിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ പ്രശ്നം വരാൻ പോകുന്നു, അതൊക്കെ എനിക്കൊരു ഇൻ്റലിജൻസ് വേണം മനസ്സിലാക്കാനുള്ള. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു വുമൺ ഓൺട്രപ്രണറിന് വേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്, ഔട്ട്സ്റ്റാൻഡിങ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ഓക്കെ. ഇനി പ്രോബ്ലംസും ഫേസ് ചെയ്യാറില്ലേ വുമൺ ഓൺട്രപ്രണേഴ്സ്? എല്ലാ ഓൺട്രപ്രണേഴ്സും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വുമൺ ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മക്കളെ? ഷോർട്ടേജ് ഓഫ് ഫിനാൻസ്. സ്വാഭാവികം, ഷോർട്ടേജ് ഓഫ് ഫിനാൻസ് മേജർ പ്രോബ്ലം ആണ് വുമൺ ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്നത്. കൂടുതലും ലോൺസ് ആണെങ്കിലും അങ്ങനെയൊന്നും കിട്ടാൻ വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മെയിൻലി ഈ കാര്യം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വുമൺ ഡു നോട്ട് ജനറലി ഹാവ് എ പ്രോപ്പർട്ടി. കൂടുതലും സ്വന്തമായിട്ട് അവർക്ക് വസ്തുക്കൾ ഇല്ല, പ്രോപ്പർട്ടീസ് കൂടുതലും ഇല്ല, അങ്ങനെ അത് വളരെ റെയർ ആണ് സ്വന്തമായിട്ട് അവർ പ്രോപ്പർട്ടീസ് ഒക്കെ ഓൺ ചെയ്യുന്നത്. ഓൺ ചെയ്യാത്തവരുണ്ടെന്നല്ല, ഓൺ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ മെജോറിറ്റി ഓൺ ചെയ്യാത്തവരാണ്. സ്വന്തമായിട്ട് വസ്തുക്കളോ സ്വന്തം പേരിലെ വസ്തുവും വീടോ ഒക്കെ ഉള്ളവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലോണൊന്നും കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ട് അവർക്ക് ബിസിനസ് തുടങ്ങാനും പാടാണ്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഷോർട്ടേജ് ഓഫ് ഫിനാൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഇവർ കൊളാട്രൽ സെക്യൂരിറ്റി വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ കൊടുക്കില്ല. പിന്നെ മെജോറിറ്റി സ്ത്രീകൾക്കും ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാങ്ക്സ് എന്ത് ചെയ്യില്ല, ബാങ്ക്സ് ലോൺ കൊടുക്കില്ല. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് എന്ത് പറ്റും, ഇവർക്ക് ഫിനാൻസ് ഷോർട്ടേജ് വരും. മനസ്സിലായ മക്കളെ? ഷോർട്ടേജ് ഓഫ് ഫിനാൻസ്. സ്കേഴ്സിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. കൂടുതലും ഈ വുമൺ എൻ്റർപ്രൈസസ് കൂടുതലും തുടങ്ങുമ്പോൾ അവർ കൂടുതലും അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ് സ്കേഴ്സിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്.
അതായത് ഹൈ പ്രൈസ് ആണ്. ഒന്നാമത് ഫണ്ടില്ല. അതിൻ്റെ കൂടെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഫണ്ടേ അവരുടെ കയ്യിൽ കുറവാണ്. അതിൻ്റെ കൂടെ റോ മെറ്റീരിയൽസിനും കൂടെ പ്രൈസ് കൂടിയാൽ എന്താ പറ്റുന്നത്? ഷോർട്ടേജ് ആണ് അവിടെ റോ മെറ്റീരിയൽസ്. കാരണം അവർ വിചാരിക്കും ഓക്കെ ഇത്ര റോ മെറ്റീരിയൽസ് ഈ വട്ടം എടുക്കേണ്ട, കുറച്ചെടുത്താൽ മതി, അതിനുള്ള ഔട്ട്പുട്ടിലെ പ്രോഡക്ട്സ് സെർവ് ചെയ്യാം, ഇല്ലെങ്കിൽ പ്രോഡക്ട്സ് ഒന്ന് ഡെലിവർ ചെയ്താൽ മതി എന്ന് അവർ ചിന്തിക്കും. കാരണം എന്താ? ഷോർട്ടേജ് ഓഫ് ഫിനാൻസ് കാരണമാണ് നമുക്ക് എന്ത് സംഭവിച്ചത്? റോ മെറ്റീരിയൽസ് കുറഞ്ഞു പോയത്, സ്കെയർസിറ്റി വന്നത്. സിവിയർ കോമ്പറ്റീഷൻ. കൂടുതലും ബിസിനസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് സിവിയർ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. കാരണം എന്താ? ഒരുപാട് മെയിൽ കൗണ്ടർ പാർട്സ്, അതായത് ഇവർ തുടങ്ങുന്ന ബിസിനസ്സിൻ്റെ തന്നെ മെയിൽ കൗണ്ടർ പാർട്സ് അല്ലെങ്കിൽ മെയിൽസ് തന്നെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കാണും. ഇതിൻ്റെ ബേസിസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായിരിക്കും, ഇല്ലെങ്കിൽ ഇതിൻ്റെ പോലത്തെ തന്നെ ഒരു ബിസിനസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വിമൺ തുടങ്ങുന്നത്. പക്ഷെ എന്താ പറ്റുന്നത്? ഓൾറെഡി ഷോർട്ടേജ് വന്നുകൊണ്ട് തന്നെ, സ്കെയർസിറ്റി വന്നുകൊണ്ട് തന്നെ, കോമ്പറ്റീഷന് കൂടുതലാകുമ്പോൾ ഇവരുടെ പ്രോഡക്ട്സ് ഇല്ലെങ്കിൽ ഇവർക്ക് പറ്റുന്ന എന്താണ്? ഒരുപാട് ഹൈപ്പ് ഇല്ലെങ്കിൽ ഒരുപാട് റീച്ച് ഇവർക്ക് കിട്ടണമെന്നില്ല. മനസ്സിലായി? ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നങ്ങൾ? പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ ഓൺടർപ്രണേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഡോമിനേഷൻ ഓഫ് മെയിൽസ് ഇൻ ദ സൊസൈറ്റിയിലും ഡോമിനേഷൻ ഓഫ് മെയിൽസ് സ്വാഭാവികം നമ്മൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ ഇമ്പാക്റ്റ് ചെയ്യും? വുമൺ ഓൺടർപ്രണേഴ്സിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യാറുണ്ട്. ലോ റിസ്ക് ബിയറിംഗ് എബിലിറ്റി എന്ന് പറയാൻ കാരണം എന്താ? നമുക്കിവിടെ അത് അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും മക്കളെ? ലോ റിസ്ക് ബിയറിംഗ് എബിലിറ്റി എന്ന് കൂടുതലും ഇവർ ലോ റിസ്ക് ബിയർ ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയാൻ എക്കണോമിക്കലി അവർ വളരെ ഇൻഡിപെൻഡൻ്റ് അല്ല. വളരെ സെൽഫായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ത്രീകളെയാണ് ഭൂരിഭാഗം നമ്മൾ കാണുന്നത് എക്കണോമിക്കലി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ? അവർക്ക് കൂടുതൽ റിസ്ക് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് എവിടെ നിന്നാണോ ഫണ്ട് വരുന്നത് അതിപ്പം അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻസ് ഇവർക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ത്? ലോ റിസ്ക് ബിയറിംഗ് എബിലിറ്റി. വൈ? കാരണം എക്കണോമിക്കലി അവർ സ്റ്റേബിൾ അല്ല. അപ്പോൾ എക്കണോമിക്കലി സ്റ്റേബിൾ ആവാത്തപ്പോൾ അവർ വളരെ കോടികൾ വെച്ചാണ് അവർ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ശരി എന്ന് പറയാം. അവർ കുറച്ച് കാശ് വെച്ച് ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും റിസ്ക് എന്ത് ചെയ്യും? കൂടുതൽ കുറയ്ക്കാനേ നോക്കൂ, കൂട്ടാൻ അവർ നോക്കില്ല. അത് സ്വാഭാവികമാണ്. ഇൻഎഫിഷ്യൻറ്റ് അറേഞ്ച്മെൻറ്റ് ഫോർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ. ഈ ഇൻഎഫിഷ്യൻസി വരാനുള്ള കാരണവും നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ഷോർട്ടേജ് ഓഫ് ഫണ്ട് തന്നെയാണ്. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ആക്ച്വലി ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഷോർട്ടേജ് വരില്ല, ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇൻഎഫിഷ്യൻസി ഓഫ് സെയിൽ വരില്ല, ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്ക് എന്താ പറയുന്നത്? ലോ റിസ്ക് ബിയറിംഗ് എബിലിറ്റിയും വരണമെന്നില്ല. എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് പോയേനെ. പക്ഷെ അത് വരാത്തതിൻ്റെ കാരണം ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇനി അടുത്ത അപ്പം ഇതൊക്കെയാണ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ ഓൺടർപ്രണേഴ്സ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റെമഡീസ്. നമ്മൾ പ്രോബ്ലംസ് മാത്രം ഡിസ്കസ് ചെയ്താൽ പോലെ നമുക്കതിന് റെമഡീസും കൂടെ വേണ്ടേ? കാരണം ഇത്രയും പ്രോബ്ലംസ് ഒരു വുമൺ ഓൺടർപ്രണർ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള റെമഡീസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന റെമഡീസ്. എന്താണ് മക്കളെ റെമഡീസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്? ഒന്ന്, ഫിനാൻസ് സെൽസ് എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചേക്കണം. ഞാൻ ആദ്യം അത് വായിച്ചു കേൾപ്പിക്കും. Separate cells may be opened in various financial institutions and commercial banks for providing easy and ready finance to women entrepreneurs. നമുക്കിപ്പം ഒരുപാട് സ്കീംസ് ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ളത് അറിയാം. ഫിനാൻസേഴ്സ് ബാങ്കിൽ വുമൺ ഓൺടർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ത്രീകൾ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരുപാട് ലോൺസ്, ഒരുപാട് പ്രോഗ്രാംസ് എന്ത് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് മക്കളെ ഫിനാൻസ് സെൽസ് എന്ന് പറയുന്നത്. ഇനി സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്. സ്കെയർസ് ആയിട്ടുള്ള ഇപ്പം ഇമ്പോർട്ടൻ്റ് സ്കെയർസ് റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? ഇപ്പം വളരെ സ്കെയർസ് ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനിലൂടെ ഗവൺമെൻറ് ഇടപെടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രയോറിറ്റി ബേസിസിൽ വുമൻസിന് കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഗവൺമെൻറ്, ലോക്കൽ ബോഡീസ് എന്താണ് ഇത് കൺവീനിയൻ്റ് ആക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പം മനസ്സിലായി. ആ വുമൺ ഓൺടർപ്രണേഴ്സ് എല്ലാവരും കൂടെ പറഞ്ഞാൽ നമുക്ക് ഇത്രയും സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് കുറവാണെന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം? ഗവൺമെൻറ്റോ അവിടുത്തെ ലോക്കൽ ബോഡീസോ എന്ത് ചെയ്യണം? അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോ മെറ്റീരിയൽസ് കിട്ടും. കിട്ടും. ഇനി അടുത്ത ലോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിംഗ് ഫെസിലിറ്റീസിൽ നമുക്ക് അസിസ്റ്റൻസും എൻകറേജ്മെൻറ്റും ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളിവിടെ എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് ഫെസിലിറ്റീസിൻ്റെ കാര്യമാണ് പറയുന്നത്. മാർക്കറ്റിംഗ് ഫെസിലിറ്റീസിൽ നമുക്ക് കുറച്ചും കൂടെ അസിസ്റ്റൻസും നമുക്ക് കുറച്ചും കൂടെ ഇനിഷ്യേറ്റീവായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് ഈ റെമഡി, അതായത് നമുക്ക് ഈ പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും?
മാർക്കറ്റിംഗ് നമുക്ക് ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, ഇല്ല ട്രെയിനിങ് ഫെസിലിറ്റീസ്. ഇതൊക്കെ എന്താണ്? എഡ്യൂക്കേഷനും അവയർനെസ്സും ഫാമിലി ഇല്ലെങ്കിൽ വുമൺ ഓൺടർപ്രണേഴ്സിന് ഒരുപാട് കൊടുക്കുകയാണെങ്കിൽ ഇവർ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. വുമൺ ഓൺടർപ്രണേഴ്സിന് ഒരുപാട് മുന്നോട്ട് വരാൻ പറ്റും. എങ്ങനെ? അവരുടെ ബിസിനസ് അവർക്ക് ഒരുപാട് മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ബെറ്റർ ടൈം മാനേജ്മെന്റ്, ഗ്രൂപ്പ് ഓൺടർപ്രണർഷിപ്പ്. ബെറ്റർ ടൈം മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ഓൺടർപ്രണർ, ഒരു വുമൺ ഓൺടർപ്രണർ ആകുമ്പോൾ ഫാമിലി മാറ്റേഴ്സ് കാണും, സോഷ്യൽ മാറ്റേഴ്സ് കാണും, ഇൻഡിവിജ്വൽ ആയിട്ട് അവരവർക്കായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഒരു ബിസിനസ്സിലേക്ക് വരുമ്പം ഈ ടൈം മാനേജ്മെന്റ് അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ബിസിനസ്സിനെ റൺ ചെയ്യിക്കാൻ പറ്റും വളരെ ഭംഗിയായിട്ട്. ഓക്കെ, അതാണ് ബെറ്റർ ടൈം മാനേജ്മെന്റ്, ട്രെയിനിങ് ഫെസിലിറ്റീസ്, അവയർനെസ് ഒക്കെ കൊടുത്താലുള്ള കാര്യങ്ങൾ. അതുപോലെ ഗ്രൂപ്പ് ഓൺടർപ്രണർഷിപ്സ്. ഇപ്പം സിംഗിൾ ആയിട്ട് അവർ ഇപ്പം ഒരു സിംഗിൾ വുമൺ ഓൺടർപ്രണർ തുടങ്ങുന്നതിനേക്കാളും ഗ്രൂപ്പായിട്ട് ഓൺടർപ്രണർഷിപ്പ് ഇല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സ് ആവുകയാണെങ്കിൽ, ഗ്രൂപ്പ് ഓഫ് ഓൺടർപ്രണേഴ്സ് ചേർന്നാണ്, വുമൺ ഓൺടർപ്രണേഴ്സ് ചേർന്ന് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ എന്ത് പറ്റും? അവർക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ബിസിനസ്സിനെ കുറച്ചും കൂടെ നമുക്ക് മോഡിഫൈ ചെയ്ത് ഇല്ല ഇന്നോവേറ്റീവ് ആക്കി മാറ്റാൻ പറ്റും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഓൺടർപ്രണറിയൽ കോമ്പീറ്റൻസീസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. വളരെ സിമ്പിളായിട്ട് 1 മണിക്കൂർ പോലും എടുക്കാതെ നമ്മൾ പെട്ടെന്നായിട്ട് നമ്മൾ ഓടിച്ചോടിച്ച് നമ്മൾ പഠിച്ചത്. എന്താ കാരണം? ഇത് വളരെ ഈസിയാണ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷനും ഏതിലില്ല, നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു മിസ് ഇന്ന് പഠിപ്പിച്ചതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന്. കാരണം എന്താ? നമുക്ക് കുറച്ചേ ഉള്ളൂ ഇത് പഠിക്കാൻ. കാരണം മിക്ക പോയിന്റ്സും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുവാണെങ്കിൽ നമുക്കിത് നല്ല വ്യക്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മുടെ സ്വന്തം ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് മൊഡ്യൂൾ ഓൺടർപ്രണറിയൽ കോമ്പറ്റൻസീസ് നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂളിൽ കാണാം. ഓക്കെ, ബൈ ബൈ.